മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നതോടുകൂടെ, അവന്റെ ശ്വാസം നിലച്ചു പോകുന്നതോടുകൂടെ, ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അവസാനിക്കുന്നതോടുകൂടെ നന്മകളും അവസാനിക്കുകയാണ്, സുഹൃതങ്ങൾക്ക് അന്ത്യം കുറിക്കപ്പെടുകയാണ്. ഇല്ലാ മിൻ സലാസ്, 3 സുഹൃതങ്ങൾക്ക് മരണമില്ല. സ്വദഖത്തുൻ ജാരിയ വഇൽമുൻ യുൻതഫഉ ബിഹി വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഹബീബായ മുത്തുനബിയുടെ വാക്കുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, സ്വാലിഹീങ്ങളാകുന്ന മക്കൾ, സുഹൃതവാന്മാരായ സന്താനങ്ങൾ, മൗത്തിന്റെ ശേഷം നിന്റെ മേലലിവോട് പ്രാർത്ഥിക്കലും അവരല്ലയോ റബ്ബോട്. മരണശേഷം അല്ലാഹുവേ, എന്നെ ഞാനാക്കിയ മാതാപിതാക്കൾക്ക്, എന്റെ ഉമ്മാക്ക്, എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാൻ സന്മനസ് കാണിക്കുന്ന മക്കൾ, അത് മരിച്ചാലും മുറിഞ്ഞു പോകാത്ത സുഹൃതമാണ്. ആ പട്ടികയിൽ എണ്ണിയ രണ്ടാമത്തെ ഒന്ന് ഇൽമുൻ യുൻതഫഉ ബിഹി, പ്രയോജനപ്രദമായ അറിവുകളാണ്, നാഫിആയ ഇൽമ്. ഒരു സത്യവിശ്വാസി എപ്പോഴും അല്ലാഹുവിനോട് ഏറെ ആഗ്രഹത്തോടുകൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവേ എനിക്ക് ഉപകാരപ്രദമായ നാഫിയായ ഇൽമു നൽകണേ. കൊണ്ടുപോകില്ല ചോരന്മാർ, മരിച്ചാലും നന്മയേകും. വിദ്യയെക്കുറിച്ച്, വിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ മേന്മ തന്നെ അതാണ്. മരിച്ചാലും മുറിഞ്ഞു പോകാത്ത സുഹൃതമാണ് പ്രയോജനപ്രദമായ ഇൽമ്. ആ പട്ടികയിൽ ഏറ്റവും ആദ്യമായി എണ്ണിയത് ഇന്ന് ഒരുപാട് സംശയങ്ങളുടെ മുകളിൽ നിൽക്കുന്ന സ്വദഖത്തുൻ ജാരിയ, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എന്നേക്കുമായി അവന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന സ്വത്താണ് ജാരിയായ സ്വദഖ. വഖഫ് എന്നാണ് മഹാന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. എവിടെ നിന്നാണ് വഖഫ് ആരംഭിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ രീതികൾ, അതിന്റെ മാർഗങ്ങൾ? സ്വഹീഹ് ബുഖാരിയിൽ കാണാം, ഹബീബായ മുത്തുനബിയുടെ മുന്നിൽ വന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നി അസബതു അർളം ബി ഖൈബർ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയേ, ഖൈബറിൽ എനിക്കൊരു ഭൂമി കിട്ടി, ഖൈബറിൽ എനിക്കൊരു വസ്തു സ്വന്തമായിട്ടുണ്ട്. എന്താണ് ആ വസ്തുവിന്റെ പ്രത്യേകത? ലം ഉസിബ് മാലൻ ഖത്തു അൻഫസ ഇൻദീ മിൻ. എനിക്ക് ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് ഭൂമി പലയിടങ്ങളിലും പല സന്ദർഭങ്ങളിലും സ്വന്തമാക്കാൻ സാധിച്ചുവെങ്കിലും അല്ലാഹുവിന്റെ റസൂലേ, ഇതുപോലെ കണ്ണായ ഒരു ഭൂമി എനിക്ക് ഇന്നേ വരെ ലഭ്യമായിട്ടില്ല. ഇത്രമേൽ പ്രിയങ്കരമായ ഒരു ഭൂമി, അതുപോലെ അമൂല്യമായ ഒരു വസ്തു, അത് ഞാൻ അല്ലാഹുവിന് വേണ്ടി സമർപ്പണം ചെയ്ത് നാളെ എന്റെ പരലോകം സുരക്ഷിതമാക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നബിയേ. ഞാൻ എന്തു ചെയ്യണമെന്ന് അവിടെ നിന്ന് അന്വേഷിച്ചു കൊണ്ടെത്തുകയാണ്. ആ പറഞ്ഞ വാചകത്തിലെ ഓരോ വാക്കും എത്ര പ്രധാനമാണ്. അല്ലാഹുവിന്റെ റസൂലേ,
എനിക്കൊരുപാട് വസ്തുക്കൾ ലഭിച്ചു, പക്ഷേ ആ വസ്തുക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും അമൂല്യമായത്, വിലമതിക്കാനാവാത്തത് എന്റെ പരലോക രക്ഷ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പടച്ച തമ്പുരാന് സമർപ്പണം ചെയ്യാൻ മോഹിക്കുകയാണ്. എന്തു വേണം നബിയേ? വഖഫിനെ പറ്റിയുള്ള 100 ദുരാരോപണങ്ങൾ ഉയരുന്ന കാലത്ത് ഈ വാക്കിന് വലിയ പ്രസക്തിയുണ്ട്. അത് ആംഗലേയ ഭാഷയിലെ ചില സഹോദരന്മാർ പറഞ്ഞല്ലോ ഈ അടുത്ത്, ആംഗലേയ ഭാഷയിലെ 4 അക്ഷരങ്ങൾ ചേർന്ന ഒരു കിരാതത്തിന്റെ പേരാകുന്നു വഖഫ് എന്ന് ചില ആളുകളൊക്കെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അതല്ല വഖഫ്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിലെല്ലാം ഉണ്ട്. ഞാൻ അല്ലാഹുവിന് വേണ്ടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സമ്മാനിക്കുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് വഖഫ് ചെയ്യാനായി പുണ്യനബിയുടെ കൽപ്പന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെന്ന് പറഞ്ഞു, അങ്ങനെ ആവട്ടെ. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ സുഹൃതത്തിന് തുടക്കം കുറിക്കുന്നത്, ആ സ്വാലിഹായ അമലിന് നാന്ദി കുറിക്കുന്നത് എന്ന് സ്വഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്ന് അതുപോലും തെറ്റിദ്ധരിക്കപ്പെട്ടു. മദ്രസകൾ വേറെ ഒരു ഭാഗത്ത് ദുരാരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് കേരളത്തിന് ഒരുപാട് നല്ല പേരുകൾ ഉണ്ടെങ്കിലും ആ കൂട്ടത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു ചീത്തപ്പേര്, ഇത് സൂയിസൈഡ് മുനമ്പാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമാകുന്നു ഇത്. കേരള, the hawks, God's own country. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് കടങ്കഥയാണ്, കെട്ടുകഥയാണ്, ഇല്ലാത്ത ഒരു കാര്യമാണ്. കേരള, ഇന്ത്യസ് മോഡൽ സ്റ്റേറ്റ് ഈസ് ആക്ച്വലി ഹെൽ. ഇന്ത്യയുടെ മാതൃകാ സംസ്ഥാനമായി ഘോഷിക്കപ്പെടുന്ന ഈ നാട് അക്ഷരാർത്ഥത്തിൽ ഒരു നരകമാണ് എന്ന് ദേശീയ മാധ്യമങ്ങൾ ഫീച്ചറുകൾ പ്രസിദ്ധീകരിച്ച് വലിയ നാണക്കേട് ആ കാര്യത്തിൽ നിലനിൽക്കുന്ന നാടാണ് നമ്മുടെ നാട്. എന്നാൽ ഈ നാട്ടിൽ ഏറ്റവും കുറവ് ആത്മഹത്യയുള്ള ഒരു സമൂഹമായി, ആത്മഹത്യകൾ വളരെ വിരളമായി മാത്രം നടക്കുന്ന ഒരു സമുദായമായി ഈ സമുദായത്തെ മാറ്റിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ പള്ളികളാണ്, മദ്രസകളാണ്. അല്ലേ? ആർക്കാണതിൽ സംശയമുള്ളത്? ആർക്കാണതിൽ സംശയമുള്ളത്? ഒരു കാലത്ത് അറബ് രാജ്യങ്ങളിലൊക്കെ ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ ആളുകൾ ഓർത്തിരുന്നത് ഓരോ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പേരിലാണ്, കുരുമുളകിന്റെ പേരിൽ. ഇംറുൽ ഖൈസ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയെ തന്റെ കവിതയിൽ ഓർക്കുന്നത് എങ്ങനെയാണ്? കുരുമുളകിന്റെ നാട്. തറാബഅറൽ ആറാമി ഫി ആറസാതിഹാ വഖിആനിഹാ കഅന്നഹു ഹബ്ബു ഫുൽഫുലി. മാഷാ അല്ലാഹ്. ഈ സദസ്സ് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. മഴ ഒന്ന് ചെറുതായിട്ട് മാറുമ്പോഴേക്ക് സഹോദരന്മാർ ഈ സദസ്സിനോട് കാണിക്കുന്ന താല്പര്യം അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ ക്ഷമ ചോദിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർക്ക്. നിങ്ങൾ വളരെ സേഫായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ എത്ര ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. എന്റെ ഉമ്മമാർ, സഹോദരിമാർ, കൊട ചൂടിയും ചൂടാതെയും ഒക്കെ ധാരാളം ആളുകൾ, കഷ്ടപ്പാടുകൾ, അല്ലാഹുവേ എല്ലാം നിനക്ക് വേണ്ടിയാണ്, നിന്റെ ദീനിന് വേണ്ടിയാണ്. നീ കബൂലാക്കണേ റബ്ബേ. വീടിന്റെ അകത്തളങ്ങളിൽ സ്വർഗീയമായ സുഖാനുഭൂതികളിലൂടെ കടന്നു പോകാൻ പഴയ കാലം പോലെയല്ല, പുതിയ കാലത്ത് എത്ര സൗകര്യപ്രദമാണ്. പക്ഷെ ആ സൗകര്യങ്ങളൊക്കെ അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ചു കൊണ്ടുവന്നവരാണ് ഈ സദസ്സ്. ഈ സദസ്സ് നീ സ്വീകരിക്കണേ നാഥാ. ഈ സദസ്സിന്റെ ദുആ നീ കബൂലാക്കണേ അല്ലാഹ്. ഇംറുൽ ഖൈസ് മലയാളത്തെ ഓർക്കുന്നത്, ഇന്ത്യയെ ഓർക്കുന്നത് കഅന്നഹു ഹബ്ബു ഫുൽഫുലി. പുള്ളി തന്റെ കാമുകിയെ കാണാൻ പോയതാണ്.
കാമുകിയും ബെസ്റ്റിയും ഒന്നും ഇപ്പൊ തുടങ്ങിയതല്ല. കുട്ടികളൊക്കെ വിചാരം ഈ ബെസ്റ്റിയും ലവറൊക്കെ ഇപ്പൊ 2K കിഡ്സിന് മാത്രമുള്ള പരിപാടിയാണ്. മനുഷ്യന്മാര് ഈ ലോകത്ത് ജീവിതം ആരംഭിച്ച കാലം മുതലേ ബെസ്റ്റികളുണ്ട്, ലവേഴ്സ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാമുകിയെ കാണാൻ വേണ്ടി കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കാമുകനായ കവി കണ്ടെത്തുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ എന്റെ ബെസ്റ്റിയുടെ വീടിന്റെ മുന്നിൽ ചെന്നു. അവിടെ അതാ കാട്ടിലാണ് വീട്. അതുകൊണ്ട് മാൻപേടകൾ ഇങ്ങനെ വിഹരിക്കുന്ന ഒരു നാടാണ്. മാൻപേടകൾ വിഹരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് മാൻപേടകളുടെ കാഷ്ടം അവിടെ ഇങ്ങനെ വീട്ടുമുറ്റത്ത് ചിതറിക്കിടക്കുകയാണ്. അത് കണ്ടപ്പോ കവിക്ക് ഓർമ്മ വരുന്നത് കഅന്നഹു ഹബ്ബു ഫുൽഫുലി, ഇന്ത്യയിൽ നിന്ന് വരുന്ന കുരുമുളകിന്റെ മുത്തുപോലെ എന്നാണ് കവി. അപ്പൊ അന്നത്തെ കാലത്ത് മലയാളം, ഇന്ത്യ എന്നൊക്കെ പറയുമ്പോ അറബികൾക്ക് ഓർമ്മ വരുന്നത് കുരുമുളകിന്റെ നാട് എന്നായി. വേറെ ഒരു കവി ഇതുപോലെ അദ്ദേഹത്തിന്റെ കാമുകിയെ കുറിച്ച് പാടിയപ്പോ, അന്നൊക്കെ അങ്ങനെയുള്ള ഒരു കാലമാണ്, അതുകൊണ്ടാണ് മുഴുവൻ പാട്ടും കാമുകിയെ കുറിച്ചാകുന്നത്. ജാഹിലിയ കാലത്തെ കവിതകളാണ്. അദ്ദേഹത്തിന്റെ കാമുകിയെ സംബന്ധിച്ച് പറയുന്നത് എന്താ? ലഖദ് അബിഖൽ അബീറു ബിഹാ വമിസ്കു യുഖാലിതുഹു മിനൽ ഹിന്ദി ഉദൂ. ഞാൻ സ്നേഹിച്ച പെണ്ണ് ചില്ലറക്കാരിയല്ല. അവളുടെ ശരീരത്തിൽ നിന്ന് മിസ്കിന്റെ, അംബറിന്റെ, അതുപോലെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഊദിന്റെ സുഗന്ധമുണ്ടെന്നാണ്. അയാൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഊദും ഊദിന്റെ അത്തറും കിട്ടുന്ന നാടാണ്. കുറെ കാലം കഴിഞ്ഞ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, എല്ലാരും ഉറക്ക സ്വലാത്ത് ഇല്ല, നല്ല രസമായിരിക്കും. മഴയുടെ അനുഗ്രഹത്തോട് സ്വലാത്തിന്റെ അനുഗ്രഹത്തെ ചേർക്കുമ്പോൾ ഈ പ്രകൃതി എന്തുമാത്രം സന്തോഷിക്കുമെന്നറിയുമോ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു കവി വന്നു. കഅബ് ഇബ്നു സുഹൈർ വന്നു. എന്നിട്ട് ഹബീബായ നബിയെ വർണ്ണിക്കാൻ തുടങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെന്ന് പറഞ്ഞു, ഇന്നർ റസൂല ലസൈഫുൻ യുസ്തളാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വദനാംബുജങ്ങൾ എന്തുമേൽ തിളക്കമുള്ള മുഖമാണത്. കാണുമ്പോൾ ഇന്ത്യൻ നിർമ്മിതമായ വാളുപോലെ. കഅബ് ഇബ്നു സുഹൈർ ഇന്ത്യയെ മനസ്സിലാക്കിയത് ഒന്നാന്തരം മൂർച്ചയേറിയ മിന്നുന്ന വാളുകൾ ലഭ്യമാകുന്ന ഒരു നാട് എന്നാണ്. ഇതൊക്കെ പഴയ കഥകളാണ്. എന്നാൽ പുതിയ കഥ കേൾക്കണോ? നാടാക മദ്രസകൾ വന്ന്, നാടാക പള്ളികൾ വന്ന്, ആ പള്ളികളിൽ നിന്ന്, മദ്രസകളിൽ നിന്ന് ആത്മീയമായ ഊർജം ഉൾക്കൊണ്ട് ഒരു വലിയ സമൂഹം ഈ രാജ്യത്ത് ജീവിക്കുമ്പോ അവർ ഈ നാടിനു വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ എത്രയാ? ഒരു കുട്ടിക്ക് രോഗം വന്നിരിക്കുന്നു, അപൂർവമായ രോഗമാണ്. മരുന്ന് കൊണ്ടുവരേണ്ടത് അമേരിക്കയിൽ നിന്നാണ്. അതിന് കോടാനുകോടിയുടെ ടാക്സ് തന്നെ ഈ രാജ്യത്തിന് വേണ്ടി അടക്കണം. അതുകൊണ്ട് 18 കോടിയുടെ മരുന്നാണ് വേണ്ടത്. എല്ലാവരും സഹായിക്കണം. മഗ്‌രിബിന് ഒരാൾ വന്നിട്ട് ലൈവിൽ പറയുന്നു, സുബഹിയാകുമ്പോ പറയാണ് ഇനി ആരും അയക്കണ്ട. 18 കോടി പറഞ്ഞത് 28 കോടി ആയിരിക്കുന്നു. ആരാണ് ഈ സുകൃതം ഈ നാട്ടിൽ ഉണ്ടാക്കിയത്? മദ്രസകളെ എതിർക്കുന്നവർ, മദ്രസകൾക്കെതിരെ സംശയങ്ങൾ ജനിപ്പിക്കുന്നവർ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ? ആരാണ് ഈ സുഹൃതങ്ങൾ ഈ ലോകത്തുണ്ടാക്കിയത്? ആർത്തസ്വരം കേട്ടൊരു കാതു കാതു കാരുണ്യമാർന്നീടിന ദൃഷ്ടി ദൃഷ്ടി സാധുക്കളെ താങ്ങീടിന ബാഹുബാഹു സാന്തോക്തിയോദീടിന ജിഹ്വ ജിഹ്വ
മനുഷ്യ, നിന്റെ കണ്ണുകൾ കരുണയുണ്ടാകുമ്പോഴാണ് മനുഷ്യത്വത്തിന്റെ കണ്ണായി മാറുക. സാധുക്കളെ താങ്ങിയെടുക്കുമ്പോഴാണ് നിന്റെ കൈകൾക്ക് മനുഷ്യത്വം ഉണ്ടാവുക. പാവങ്ങൾക്ക് സാന്ത്വനത്തിന്റെ വാക്കുകൾ കൊണ്ട് അവരെ നീ സന്തോഷിപ്പിക്കുമ്പോഴാണ് നിന്റെ നാവ് മനുഷ്യത്വത്തിന്റെ നാവായി മാറുക എന്ന സന്ദേശത്തെ ആരാണ് ഇവിടെ പഠിപ്പിച്ചത്? ആകാശത്തിന്റെ അധിപതിയായ പടച്ച തമ്പുരാൻ നിന്റെ മേൽ കരുണ ചൊരിയണോ? ഭൂമിയിലുള്ള സകല ചരാചരങ്ങളിലേക്കും നിന്റെ കരുണയുടെ കൈകൾ നീട്ടിവെക്കണമെന്ന് പഠിപ്പിച്ചത് ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ഈ ഉമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് കോറിയിട്ടത് ഇവിടെ ഈ കാണുന്ന പള്ളികളും മദ്രസകളുമല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വഅന മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ് എന്ന് നമ്മൾ 5 നേരം അല്ലാഹുവിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ അത് കേവലം ഒരു താഴ്മയോടുകൂടെയുള്ള ഭക്തിയോടുകൂടെയുള്ള ഒരു വാക്ക് മാത്രമല്ല. പുതിയ കാലത്ത് ഏറ്റവും ആർജവമുള്ള ഏറ്റവും ധീരമായ ഒരു നിലപാടിന്റെ പേര് കൂടിയാണ് വഅന മിനൽ മുസ്ലിമീൻ. ആരിൽ എന്തൊക്കെ പറഞ്ഞാലും എന്തെല്ലാം കോലാഹലങ്ങൾ ചുറ്റുഭാഗത്തുയർന്നാലും ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിമാണ്, മുസ്ലിമാണ് എന്ന് ആത്മാഭിമാനത്തോടുകൂടെ പറയുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് പള്ളികളുടെ എണ്ണം കൂടി, ആരാധനാലയങ്ങളുടെ എണ്ണം കൂടി, നിസ്കരിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണത്തിലും വർധനവ് വന്നു. ഈ നാട്ടിൽ മാത്രമല്ല, അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമല്ല, യൂറോപ്പിലേക്കൊന്ന് പോയി നോക്കണം, അമേരിക്കയിലേക്കൊന്ന് പോയി നോക്കണം. എന്തെല്ലാമാണ് അവസ്ഥകൾ. ഇവിടെ ചിലരൊക്കെ പറയുന്നു അമേരിക്കയിൽ പള്ളിയില്ല, യൂറോപ്പിൽ പള്ളികളില്ല. എന്തൊക്കെ ദുഷ്പ്രചാരണങ്ങളാണ്. അവിടെ പോയി നോക്കണം. 10 ഏക്കർ 20 ഏക്കർ 30 ഏക്കർ ഒക്കെ വിശാലമായി കിടക്കുന്ന വലിയ ക്യാമ്പസുകളിലാണ് വലിയ വിശാലമായ മസ്ജിദുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും നിറഞ്ഞു നിൽക്കുന്നത്. ഞാനൊരു മുസ്ലിമാണെന്ന അഭിമാനത്തോടുകൂടെ പ്രഖ്യാപിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നിറവുള്ള ഒരു തലമുറ ലോകത്തിന്നും വളർന്നു വരുന്നു എന്നുള്ളത് എത്ര വലിയ അത്ഭുതമാണ്. അതേ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഒരു മറുവശവും നമ്മൾ കാണാതിരുന്നുകൂടാ. വഅന മിനൽ മുസ്ലിമീൻ എന്ന് അഭിമാനത്തോടുകൂടെ ഒരു ഭാഗം ആളുകൾ പറയുമ്പോ അല്ലാഹുവിനെ ലഹരിയാക്കേണ്ട, പരിശുദ്ധ ഖുർആനിനെ ആനന്ദമായി കാണേണ്ട, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹൃദയനാഥനായി നെഞ്ചേറ്റി നടക്കേണ്ട ഒരു തലമുറ മദ്യത്തിന്റെ, മയക്കുമരുന്നുകളുടെ, ലഹരി പദാർത്ഥങ്ങളുടെ, രാസലഹരികളുടെ പോലും അടിമകളായി പോകുന്ന ദുരന്തവും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ എത്രയോ ചെറുപ്പക്കാർ, ചെറിയവരും മുതിർന്നവരും, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എത്രയെത്ര മനുഷ്യന്മാർ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടു പോകുന്നു എന്നുള്ളത് സങ്കടമുള്ള കാര്യമല്ലേ? മനുഷ്യന്മാരെങ്ങനെയാണ് ലഹരി പദാർത്ഥങ്ങളിലേക്ക് എത്തുക എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ട് മുമ്പ് വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞു. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഓരോന്ന് എണ്ണി എണ്ണി പറയുമ്പോ ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് എന്ന ആമുഖത്തോടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുകയാണ്. യുർഫഅൽ ഇൽമു, അറിവില്ലാതായി പോകും, നന്മകൾ നശിച്ചു പോകും, സുഹൃതങ്ങൾ നാമാവശേഷമാകും, വയക്സുറൽ ജഹ്ലു, അജ്ഞത അധികാരത്തിലേറും, അറിവില്ലായ്മ അധികാരത്തിലേറും, വയക്സുറസ് സിനാ, അനാശാസ്യങ്ങൾ വല്ലാതെ വർദ്ധിക്കും. എന്നിട്ട് അവിടെ പറയുന്ന ഒരു വാക്കാണ് വയക്സുറ ശുറുബുൽ ഖംർ, മദ്യപാനം വർദ്ധിക്കും. മദ്യപാനം എന്ന് പറഞ്ഞെന്താ? കള്ളു കുടിക്കുന്ന പരിപാടി മാത്രമല്ല മദ്യപാനം എന്ന് വേറൊരു ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അന്ത്യനാൾ അടുക്കുമ്പോലെ യശ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംർ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. ഖിയാമത്ത് നാൾ അടുക്കുമ്പോ
എന്റെ ഉമ്മത്തിലെ ചില ആളുകൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. എങ്ങനെ ഉപയോഗിക്കുക? യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. അവർ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ പേര് കേട്ടാൽ അതൊരു ലഹരി പദാർത്ഥമാണെന്ന് തോന്നുകയേയില്ല. ഇപ്പൊ MDMA എന്നൊക്കെ ആദ്യമായിട്ട് ഒരാൾ കേൾക്കുമ്പോ എന്തോ കൂടിയ ബിരുദാന്നല്ലേ വിചാരിക്കുന്നത്, അല്ലേ? MDMA എത്ര മനോഹരമായ പേരാണ്. ഈ അടുത്ത കാലത്തൊന്നും ഒരു ലഹരിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു പേര് നമ്മൾ ആരും കേട്ടിട്ടില്ല, അല്ലെ? എന്തൊരു ചുരുക്കാണ്, മൊഞ്ചുള്ളൊരു പേരാണ് MDMA. കേട്ടാ തോന്നുന്നു 2 ബിരുദാനന്തര ബിരുദമുള്ള ആളാണ്, അല്ലേ? നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ സൈറ്റ് നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 237-ലധികം ലഹരി പദാർത്ഥങ്ങൾ രാജ്യത്ത് പരിപൂർണമായി നിരോധിക്കപ്പെട്ടതോ ഭാഗികമായി നിയന്ത്രിക്കപ്പെടുന്നതോ ആയി നിലവിലുണ്ട് എന്നാണ്. 237-ലധികം. അത് സെപ്പറേറ്റ് ലഹരി വസ്തുക്കളാണ്. ഇതിൽ എയും ബിയും ചേർത്താൽ പുതിയ ഒരു ലഹരി ഉണ്ടാവും, ബിയും സിയും ചേർത്താൽ വേറൊരു ലഹരി ഉണ്ടാകും. അങ്ങനെ ലഹരികളുടെ മിശ്രിതങ്ങൾ കൂടി ചേർത്താൽ അതിന്റെ എണ്ണ ആയിരക്കണക്കായി മാറും. അതാണ് 14 നൂറ്റാണ്ട് മുമ്പ് ഹബീബായ നബി ഉണർത്തിയത്, ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. എന്റെ ഉമ്മത്ത് അവസാന കാലം വരുമ്പോ കള്ള് കുടിക്കാൻ തുടങ്ങും. പക്ഷെ അതിന്റെ പേര് കള്ള് എന്നായിരിക്കൂല, വ്യത്യസ്തമായ പേരുകൾ, വൈവിധ്യമാർന്ന നാമങ്ങളിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് എന്റെ ഉമ്മത്ത് അടിമയായി പോകുന്ന കാലം വരും എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ലഹരിയിലേക്ക് മനുഷ്യനെ ആകർഷിക്കാൻ ഇബ്ലീസിനൊരു തന്ത്രമുണ്ട്. ഇബ്ലീസിന്റെ തന്ത്രങ്ങൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. എന്താ കാര്യം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഒരു സംശയവും ആർക്കും ആവശ്യമില്ല, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. നിങ്ങളുടെ 1-ാം നമ്പർ ശത്രു, 100% ശത്രു, യാതൊരു സംശയത്തിനും വകുപ്പില്ലാത്ത ശത്രു, അതാകുന്നു ഇബ്ലീസ്. കുറെ കാലായില്ലേ തുടങ്ങിയിട്ട്, മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയിപ്പോ അല്ലാതെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാരും തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ വല്ലിപ്പാന്റെ കാലം മുതൽ, ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതലേ തുടങ്ങിയ പരിപാടിയാണല്ലോ മനുഷ്യന്മാരെങ്ങനെ സ്വീപ്പാക്കുന്ന, വസ്വാസ് ഉണ്ടാക്കുന്ന, വഴി പിഴപ്പിക്കുന്ന ഈ പരിപാടി. കാലം കുറെ കഴിയുമ്പോൾ ആർക്കാണെങ്കിലും മടുക്കുമല്ലോ. അപ്പൊ മടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിരിക്കണ്ട. ഖിയാമത്ത് നാള് വരെ ഒരു മടുപ്പുമില്ലാതെ, ഒരു മടിയുമില്ലാതെ, ഒരു അലസതയുമില്ലാതെ, ഒരു ആലംബവും കാണിക്കാതെ ഇബ്ലീസ് അവന്റെ പണി തുടർന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയാ ഇബ്ലീസ് തിന്മയിലേക്ക് മനുഷ്യനെ ക്ഷണിക്കുന്നത്? തിന്മ ചെയ്താൽ ഉണ്ടാവാൻ പോകുന്ന വലിയ വലിയ അപകടങ്ങളെ സമർത്ഥമായി മൂടിവെക്കും. അനർത്ഥങ്ങളൊന്നും പറഞ്ഞു തരൂല. എന്നിട്ട് ഈ തിന്മ ചെയ്താൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന മട്ടിൽ വലിയ വലിയ സുഖങ്ങളെ സംബന്ധിച്ച് നുണ പറയും. അത് ഇബ്ലീസിന്റെ ഒരു സ്വഭാവം. ആദ്യത്തെ ഉദാഹരണം ഒന്ന് പരിശോധിച്ചു നോക്കൂ. ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീബിയും സ്വർഗത്തിൽ ഇരിക്കുമ്പോ പടച്ച തമ്പുരാൻ അവരോട് പറഞ്ഞു, ഈ സ്വർഗം എന്നെന്നും നിങ്ങൾക്ക് ലഭിക്കണോ, നിലനിൽക്കണോ? ലാ തഖറബാ ഹാദിഹിശ് ശജറ ഫതകൂന മിനൽ ളാലിമീൻ. ഈ കലി നിങ്ങൾ തിന്നുപോകരുത്, ഈ പഴം നിങ്ങൾ ഭുജിച്ചു പോകരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ പാപികളായി മാറിപ്പോകും. സ്വർഗ്ഗം നഷ്ടപ്പെടും. ദുനിയാവിൽ തീരാത്ത ദുരിതങ്ങൾ വരും, ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് സഹിക്കേണ്ടതായി വരും. അതുകൊണ്ട് തിന്നു പോകരുതേ, അടുത്തു പോകരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. അതവർ മനസ്സിലാക്കി. പക്ഷെ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞെന്താ? ഈ തെറ്റ് ചെയ്താൽ ഉണ്ടാകാൻ പോകുന്ന അനർത്ഥങ്ങൾ എല്ലാം സമർത്ഥമായി മറച്ചു വെച്ചിട്ട് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ഈ പഴം ഭുജിക്കരുത് എന്ന് പറഞ്ഞതെന്നറിയുമോ? മാ നഹാകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ.
പഴം ഭുജിച്ചാൽ ശരിക്കും ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് ലഹരിയിലേക്ക് നമ്മെ ശൈത്താൻ ആകർഷിക്കുന്നത് എന്നതിന്റെ വിശദീകരണമാണ് ഈ പറയുന്നത്. ആദമിനെ ഹവ്വാ ബീവിയെ എങ്ങനെയാണോ വിലക്കപ്പെട്ട കനിയിലേക്ക് ആകർഷിച്ചത്, അതേ തന്ത്രമാണ് ഇബ്ലീസ് ഇന്നും പുലർത്തുന്നത്. ഇബ്ലീസ് അവരോട് പറഞ്ഞെന്താ, ഈ പഴം കഴിച്ചാൽ നിങ്ങൾ മലക്കുകളാവും, യു വിൽ ബി ഏഞ്ചൽസ്. ഈ പഴം സാധാരണ പഴമല്ല, ഇത് അത്ഭുതകരമായ പഴമാണ്. ഇത് കഴിച്ചാൽ നിങ്ങൾ മലക്കുകളായി മാറും. ആരാ ആഗ്രഹിക്കാത്തത് ഒരു മാലാഖയെ പോലെ വിശുദ്ധനാകാൻ? രണ്ടാമത് പറഞ്ഞു, മാത്രമല്ല മരണമില്ലാത്തവരായി എല്ലാ കാലവും ജീവിക്കുന്നവരായി നിങ്ങൾ മാറും. മനുഷ്യന്റെ ആഗ്രഹമല്ലേ കാലാകാലം ജീവിക്കണം അല്ലേ? ഈ കൂട്ടത്തിൽ കാലാകാലം ജീവിക്കാൻ ആഗ്രഹമുള്ള ആളെന്ന് കഴിയുന്നു നടക്കൂല അല്ലെ? നടക്കൂല എന്നുള്ളത് കൊണ്ട് നമ്മൾ കൈ ഉയർത്തൂല. പക്ഷെ നടക്കുമെന്നുണ്ടെങ്കിലോ ആർക്കാ ആഗ്രഹമില്ലാത്തത്? അപ്പൊ നമ്മളെ കുട്ടികൾ ധാരാളം ചെറുപ്പക്കാരിവിടെ ഉണ്ട്. കെമിസ്ട്രി എന്ന് പറയുന്ന ശാസ്ത്രശാഖ, രസതന്ത്രം. എങ്ങനെ ഈ രസതന്ത്രം എന്ന് പറയുന്ന ശാസ്ത്രം ഉണ്ടായത്? മനുഷ്യന്റെ രണ്ട് ആഗ്രഹങ്ങളാണ് രസതന്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തിലേക്ക് മനുഷ്യനെ നയിച്ചത്. ഒന്ന്, എന്ത് തൊട്ടാലും പൊന്നായി മാറുന്ന ഒരു വിദ്യ കണ്ടുപിടിക്കണം. ഈ മൈക്ക് ഇങ്ങോട്ട് തൊട്ട് ഉടനെ മൈക്ക് സ്വർണമായി മാറി. മാഷാ അല്ലാഹ്. മനുഷ്യന്റെ ആഗ്രഹമാണ് തൊട്ടതെല്ലാം സ്വർണമാക്കുന്ന വിദ്യ. അത് കണ്ടെത്തണം. അതിനാണ് കെമിസ്ട്രി, കീമിയ ദുനിയാവിൽ തുടങ്ങിയത്. രണ്ടാമത് മനുഷ്യന്റെ ആഗ്രഹം കാലാകാലവും മരണമില്ലാതെ ഈ ലോകത്ത് ജീവിക്കണം. നടക്കോ? രണ്ടും നടന്നിട്ടില്ല. കെമിസ്ട്രിയിൽ എത്രയോ ആളുകൾക്ക് നൊബേൽ സമ്മാനം കിട്ടി. പക്ഷെ ഇന്നേ വരെ ഈ രണ്ട് കാര്യവും നടന്നിട്ടില്ല. മനുഷ്യന്റെ ആഗ്രഹമാണ് കാലാകാലം ജീവിക്കാൻ കഴിയുമെങ്കിൽ ജീവിക്കണം എന്നുള്ളത്. ഈ പഴം കഴിച്ചാൽ ഇബ്ലീസിന്റെ നുണ നോക്കണേ. ഇബ്ലീസ് പറയുന്നത് എന്താണ്? ഈ പഴം ഒരു സാധാരണ പഴല്ല, ഇത് കഴിച്ചാൽ നിങ്ങൾ മലക്കുകളായി മാറും. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് മരണമുണ്ടാവുകയില്ല. കാലാകാലവും ഈ ലോകത്ത് ഇങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാവും. അത് കേട്ടപ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ മോഹിച്ചു പോയി. അങ്ങനെയാണ് വിലക്കപ്പെട്ട കനി ഭുജിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നത്, ഭൂമിയിലെ തീരാ ദുരിതങ്ങളിലേക്ക് അവർ വന്ന് വീഴുന്നത്. ഇതേ കളവ് തന്നെയാണ് ലഹരി പദാർത്ഥങ്ങൾ കാട്ടി, മദ്യം കാണിച്ച് ഇബ്ലീസ് ഇന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? മദ്യപിച്ചാൽ നല്ല സമാധാനം ഉണ്ടാകും. കേട്ടിട്ടില്ലേ ആ വാക്ക്? അല്ലെ? ആളുകൾ എന്തിനാ മദ്യപിക്കുന്നത്? സമാധാനം, സന്തോഷം, ജീവിതത്തിൽ വലിയ അളവിലുള്ള ആഹ്ലാദം, എല്ലാം മറന്നുകൊണ്ട് സന്തോഷിക്കാനുള്ള അവസരം. ഇതൊക്കെ മദ്യത്തിലൂടെ, മയക്കുമരുന്നിലൂടെ, രാസലഹരികളിലൂടെ ലഭ്യമാകുമെന്ന നുണയാണ് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിശാച് എന്ന് പറഞ്ഞാൽ പിശാചിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കേൾക്കൂല. പിശാചിന് കുറെ ഏജന്റുമാരുണ്ട് ലോകത്ത്. ഏജന്റുമാരെ പേരൊന്നും ഞാൻ പറയണില്ല. അവര് നമ്മളോട് വന്നിട്ട് പറയും, ഇത് കഴിച്ചു നോക്കൂ മക്കളെ, എന്തൊരു ആനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്, എല്ലാ ടെൻഷൻസും ഒഴിവാക്കാം, എല്ലാ ഡിപ്രഷനിൽ നിന്നും മോചനം നേടാം, വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് പിശാച് പറയുന്ന ഒരു നുണയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം, എന്താണ് ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാകുന്നത്? മനുഷ്യന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നത് അവന്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ഹോർമോണുകൾ മൂലമാണ്. അതിന് സയൻസ് ഹാപ്പി ഹോർമോൺസ്, അതിന്റെ പേരെന്നതാണ്, ഹാപ്പി ഹോർമോൺസ്, സന്തോഷിക്കാനുള്ള ഹോർമോണുകൾ, അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഹോർമോൺസ്, നല്ലൊരു അനുഭവം കിട്ടാനുള്ള ഹോർമോണുകൾ. എല്ലാവർക്കും അറിയുന്ന ഹോർമോണാണ് ഡോപ്പമിൻ, സെറോട്ടോണിൻ, ടോക്സിറ്റോസിൻ, എൻഡോർഫിൻ. ഇങ്ങനെ മനോഹരമായ പേരുകളിലുള്ള ധാരാളം ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് മനസ്സിന് സന്തോഷം ഉണ്ടാവുക. ഈ ഹോർമോണുകളൊക്കെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനും അതുവഴി നമ്മുടെ മനസ്സിൽ സന്തോഷം വരാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം.
എന്താണെന്നറിയോ? വഅളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി നിങ്ങൾ സുഖമായിട്ട് കുറച്ചു നേരം ഉറങ്ങി സുബ്ഹിയുടെ ഒരല്പം മുമ്പ് എഴുന്നേറ്റ് വുളു എടുത്തു വന്ന് മുസല്ല വിരിച്ച് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് ഉസല്ലി സുന്നത തഹജ്ജുദി, തഹജ്ജുദിന്റെ 2 റക്അത്ത് പടച്ച റബ്ബിന് വേണ്ടി നിസ്കരിക്കുമോ? സുബ്ഹാനല്ലാഹ്, എന്തൊരാശ്വാസമാണ് നമ്മുടെ ഹൃദയത്തിൽ, എന്തൊരാനന്ദമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഖൽബുകളിൽ. 2 റക്അത്ത് മര്യാദക്ക് നിസ്കരിച്ചാൽ ഈ പറഞ്ഞ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. നമുക്ക് വല്ലാത്ത സമാധാനം ഉണ്ടാവും. സുബഹി ജമാഅത്ത് കഴിഞ്ഞ് കുറച്ചു നേരം ഖുർആനൊക്കെ ഓതിയിട്ട് നല്ല ഈ തൊടുപുഴ ഈ ഏരിയ ഇടവെട്ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് അല്ലെ? എത്ര മരങ്ങളാണ്. നിങ്ങളിപ്പോ എന്നും കാണുന്നോണ്ട് മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വലിയ മണം അനുഭവപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ മറ്റു പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ പാർക്കുന്ന ആളുകളൊക്കെ ഇവിടെ വരുമ്പോ എന്തൊരു സന്തോഷം. വാഗമണ്ണിലൊന്നും എത്തേണ്ട ആവശ്യമില്ല, മൂന്നാറിലും തേക്കടിയിലൊന്നും പോകണ്ട. ഈ ഇടവെട്ടിയിലും പരിസരത്തും കുമ്പങ്ങലിലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നടന്നാൽ തന്നെ എന്തൊരു ആനന്ദമാണ്. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഖുർആൻ ഓതി ഈ ഇടവഴിയിലൂടെ ഒന്ന് കയ്യും കാലും ഇളക്കി ഒന്ന് നടന്നു നോക്കൂ. അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ വ്യായാമം ചെയ്താൽ, ശരീരം ഇളക്കിക്കൊണ്ട് നമ്മൾ നടന്നാൽ ഈ പറയപ്പെടുന്ന ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. നമ്മുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും. കൃഷി ചെയ്താണ്ടാവും ഈ പറഞ്ഞ ഹോർമോണുകൾ. വല്ല കപ്പയോ കാച്ചിലോ വാഴയോ ചേനയോ ചേമ്പോ അങ്ങനെയുള്ള ഏത് സാധനം മണ്ണിലൊന്ന് കൃഷി ചെയ്യാൻ വേണ്ടി 1-2 മണിക്കൂർ സമയം നമ്മൾ ചെലവഴിച്ചാൽ അതിലൂടെ ഉണ്ടാകും ഈ ഹാപ്പി ഹോർമോൺസ്. ഒരു നല്ല പ്രയോജനപ്രദമായ പുസ്തകം തുറന്നു വെച്ച് ഒരു 10 പേജോ 20 പേജോ ഒന്ന് മനസ്സിരുത്തി വായിച്ചു നോക്ക്. വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും സന്തോഷം. കാരണം അപ്പോഴും നമ്മുടെ തലച്ചോറിൽ ഈ പറഞ്ഞ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ, ജീവനാഥനായ ഭർത്താവിന്റെ കൂടെ ഇരുന്നു കൊണ്ട് അരമണിക്കൂർ ഒന്ന് സല്ലപിച്ചു നോക്കൂ, സംസാരിച്ചു നോക്കൂ, ഓമന മക്കളോടൊത്ത് കളിച്ചു നോക്കൂ. അതിലൂടെയൊക്കെ നമുക്ക് ലഭ്യമാകുന്ന സന്തോഷങ്ങൾ. സമുദായത്തിലേക്ക് ഇറങ്ങുക, നാട്ടിലേക്ക് ഇറങ്ങുക, സമൂഹത്തിലേക്ക് ഇറങ്ങുക, പാവപ്പെട്ടവരെ കണ്ടെത്തുക, അവർക്ക് സന്തോഷം നൽകുന്ന വാക്ക് പറയുക, എന്തെങ്കിലും സഹായം നൽകാൻ കഴിയുമെങ്കിൽ നൽകുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവും ഈ പറഞ്ഞ ഹോർമോണിന്റെ ഉൽപാദനം. മനസ്സിന് സന്തോഷം ഉണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? ഈ പറഞ്ഞ പ്രവർത്തികൾ നിസ്കരിക്കുമ്പോ, വ്യായാമം ചെയ്യുമ്പോ, കൃഷി ചെയ്യുമ്പോ, കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോ, കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പൂച്ചയെയോ തത്തയെയോ കളിപ്പിക്കുമ്പോ, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മിതമായ അളവിലുള്ള ഹോർമോണുകളാണ്. അപ്പൊ ഉണ്ടാകുന്ന സന്തോഷം ആരോഗ്യകരമായ സന്തോഷമാണ്. എന്നാൽ മദ്യപിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? അമിതമായ അളവിൽ, കൂടിയ അളവിൽ ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള അമിതമായ ആഹ്ലാദത്തിന്റെ തലങ്ങളിലേക്ക് നമ്മൾ പോവുകയാ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ തകരാറിലാവും, ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ തകരാറിലാവും, മാനസികമായ നില തെറ്റിപ്പോകാൻ അത് ഇടയാക്കും. എന്തെല്ലാം ദുരന്തങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും. ഏതുപോലെ? പാമ്പ് കടിക്കുന്നത് പോലെ. പാമ്പ് കടിച്ചിട്ട് ആൾക്കാർ മരിക്കൂലേ? അപ്പൊ ഞാൻ വരുമ്പോ നമ്മുടെ പെരുമ്പളിച്ചിറയിലെ പ്രിയപ്പെട്ട ഉവൈസ് ഞങ്ങൾ ഒന്നിച്ചു പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ആലുവായിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പാമ്പ് കടിയേറ്റ ഒരു സഹോദരന്റെ കാര്യം പറഞ്ഞു. പാമ്പ് കടിയേറ്റ ആളുകൾ മരിക്കും. പാമ്പിന്റെ കാര്യം പറയാൻ പൊതുവെയായിട്ട് കാര്യമില്ല, അതിന് വാവാ സുരേഷ് തന്നെ വരണം. അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പാമ്പിനെ കുറിച്ച് പറയുന്നില്ല. വാവാ സുരേഷിന്റെ അഭിപ്രായം കടെടുത്തുകൊണ്ട് പറയാം. വാവാ സുരേഷ് എല്ലാ പരിപാടിയിലും പറയുന്ന ഒരു കാര്യമാണ്, വിഷം ഒരു
മോശപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾ ആരും വിലയിരുത്തരുത്. വിഷം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വളരെയേറെ പ്രയോജനപ്രദമായ പ്രോട്ടീനാണ് സത്യത്തിൽ. അത് എന്റെ അഭിപ്രായമല്ല, വാവാ സുരേഷിന്റെ കൗലാണ്, അത് മുഴുത്തമതായ കൗലാണ്. കാരണം പാമ്പിനെ കുറിച്ച് കേരളത്തിൽ ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ അവകാശമുള്ള ഒരാളാണ് വാവാ സുരേഷ്. അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യമാണ്, പാമ്പിന്റെ വിഷം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമല്ലേ അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മിനറൽസും ഫാറ്റ്സും വൈറ്റമിൻസും ഒക്കെ വരുന്നത് പോലെ ശരീരത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ. പ്രത്യേകിച്ച് ജിമ്മിന് പോകുന്ന ആളുകൾ, മസില് കൂട്ടാൻ നടക്കുന്ന ആളുകൾ പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കുന്ന ആളുകളാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ കണ്ടു, ഈ മധുരക്കിഴങ്ങ്, അതിനെന്താണ് പറയാ, ചീനിക്കിഴങ്ങ് അല്ലെ, ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ ചക്കരക്കിഴങ്ങ് എന്നൊക്കെയാണ് ഞങ്ങൾ മലപ്പുറത്ത് പറയാറ്. ആ സംഭവത്തിന് വില കൂടി. എന്താ കാര്യം? ഈ ചീനിക്കിഴങ്ങില്, മധുരക്കിഴങ്ങില് പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പ്രോട്ടീൻ പൗഡർ വലിയ വില കൊടുത്ത് വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. ജിമ്മിന് പോകുന്നവരും മസിൽ ഉണ്ടാക്കാൻ നടക്കുന്നവരും ചീനിക്കിഴങ്ങി വാങ്ങി കഴിച്ചാൽ മതി എന്നുള്ളൊരു ശാസ്ത്രീയ പഠനം വന്നപ്പോ പച്ചക്കറി മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് കൂടിപ്പോയി, വില കൂടിപ്പോയി. പ്രോട്ടീൻ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ ഈ പ്രോട്ടീൻ ആകുന്ന വിഷം ഒന്നിച്ചൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വരുമ്പോ നമ്മൾ കേൾക്കുന്നു, പാമ്പ് കടിയേറ്റ ആള് മരിച്ചു. സംഭവം പ്രോട്ടീനാ, ഏറ്റവും ആവശ്യമുള്ള സാധനം. പക്ഷെ അമിതമായാൽ അമൃതവും വിഷമം, അതാ സംഭവിക്കുന്നത്. അപ്പൊ സന്തോഷം എന്ന് പറഞ്ഞാൽ അമിതമായ അളവിൽ, അനാരോഗ്യകരമായ അളവിൽ ശരീരത്തിലേക്ക് ഒറ്റയടിക്ക് എത്തുമ്പോ ബുദ്ധി തകരും, ശരീരം തകരും, മനസ്സ് തകരും, ആത്മീയമായി വലിയ ഗർത്തങ്ങളിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകും. പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാകുന്നു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പറയുക, ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ജീവിതത്തിൽ വിജയിക്കണമെന്ന് മോഹമുണ്ടോ? മദ്യത്തോട്, ലഹരി പദാർത്ഥങ്ങളോട് 100% നോ പറയണേ. പടച്ച റബ്ബ് നമ്മുടെ യുവത്വത്തെ കാത്തു രക്ഷിക്കട്ടെ. ഇന്ന് സൗജന്യമായിട്ട് ആളുകൾക്ക് അത് വിതരണം ചെയ്യപ്പെടുന്ന കാലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ. കാരണം തട്ടമിട്ട ഒരു പെണ്ണ് എന്ന് പറയുമ്പോ ആ തട്ടം ഒരു അദബിന്റെ അടയാളമാണ് അല്ലെ? നല്ലതുപോലെ തലമറച്ച് മാറുമറച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുമ്പോഴേ അറിയാം അത് അദബുള്ള ഒരു മോളാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ ലഹരി പദാർത്ഥങ്ങളുടെ കാരിയറുകളാക്കി എടുത്താൽ ആർക്കും പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ മാഫിയക്കാർക്കൊക്കെ അറിയാം. അതിന്റെ ഇടയിൽ ഞാൻ ചെറിയൊരു കാര്യം പറയാം. കാരണം മഴ എപ്പോഴാ പെയ്യാന്നുള്ള കാര്യത്തിൽ സംഘാടകർക്ക് ഒരു വേജാറുണ്ടായതുകൊണ്ട്, നിങ്ങൾക്കറിയാം, എത്രയും വിപുലമായ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോ ഇത് കേവലം ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല. മദീന മസ്ജിദ് വളരെ മനോഹരമായിട്ട് നമ്മുടെ നഗരത്തിൽ ഉയർന്നു നിൽക്കുന്നു, റോഡിനോട് ചാരി. ധാരാളം ആളുകൾ ഓരോ വക്തിലും അവിടെ വന്ന് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദുആ ചെയ്യുന്നു, ദീനിന്റെ കാര്യങ്ങൾ ചർച്ച നടക്കുന്നു. പ്രഗത്ഭരായ ഉസ്താദുമാർ, കർമ്മധീരരായ ഭാരവാഹികൾ എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ നടന്നു പോകണം. അതിന് നമ്മൾ എല്ലാവരും നല്ല സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യണം. ബക്കറ്റ് എവിടെ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റവും ചുരുങ്ങിയ ഒരു സംഖ്യയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങളെല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും കൊടുക്കണം. ഒരു 100 രൂപയെങ്കിലും എല്ലാവരും ഈ ബക്കറ്റിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഒരു വിജയമാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, പറയേണ്ട ആവശ്യമില്ല, ഇന്നലെ ഉസ്താദ് പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രതികരിച്ചതുപോലെ നമ്മുടെ ഈ പള്ളിയുടെ ദൈനംദിനമായ ചെലവുകൾ അനായാസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന തരത്തിൽ
5000 10000 അങ്ങനെയൊക്കെ നൽകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സംഘാടകരെ ആ കാര്യം ഒന്ന് അറിയിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വളരെയേറെ സഹായകമാകും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് കാര്യം ആരും മറക്കരുത്, ആരും അതിൽ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കരുത് എന്ന് കൂടി ഞാൻ ഈ സമയത്ത് അപേക്ഷിക്കുകയാണ്. അപ്പോ ചില ആളുകളെ ഈ ലഹരി പദാർത്ഥങ്ങളിലേക്ക് എത്തിക്കുന്ന മറ്റൊരു ഘടകം സുഹൃത്തുക്കളുടെ സമ്മർദ്ദമാണ്, പിയർ പ്രഷർ. കൂട്ടുകാരെല്ലാം അത് ഉപയോഗിക്കുന്നു. അവരുപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, അവർ നമ്മെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കാലമാണ്. മാതാപിതാക്കൾ പോലും കൗമാരപ്രായക്കാരായ മക്കളോട് കൂട്ടുകാരോടെന്ന പോലെ പെരുമാറണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം ആ പ്രായത്തിൽ മറ്റെന്തിനേക്കാളും പ്രധാനം കൂട്ടുകാരാണ്. അതുകൊണ്ട് കൂട്ടുകാര് നിർബന്ധിച്ചാൽ ചെയ്യാതിരിക്കാനാവില്ല. ഫ്രണ്ട്ഷിപ്പ് പൊളിഞ്ഞു പോകുമോ എന്ന പേടി, സുഹൃത്തുക്കളുടെ സമ്മർദ്ദമാണ് എത്രയോ ആളുകളെ ലഹരി പദാർത്ഥങ്ങളിലേക്ക് തള്ളിവിടുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് സുഹൃത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ചോദിക്കാണ്, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ആ മലയാള വാക്കിന്റെ അർത്ഥം എന്താണ്? സു പ്ലസ് ഹൃത്ത്, നല്ല ഹൃദയമുള്ളവൻ എന്നാണ് സുഹൃത്ത് എന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ കള്ളു കുടിക്കണം, നമ്മൾ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകണം, നമ്മൾ നശിച്ചു പോകണം എന്നാഗ്രഹിക്കുന്ന അതിന്റെ ആദ്യത്തെ പടിയിലേക്ക് നമ്മെ നിർബന്ധപൂർവം വലിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ നല്ല ഹൃദയമുള്ളവൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനാണോ? കള്ളു കുടിക്കാൻ നിർബന്ധിക്കുന്ന ഒരാൾ എങ്ങനെയാണ് സുഹൃത്താകുന്നത്? ഒരിക്കലും സുഹൃത്തല്ല, അത് ദുർഹൃത്താണ്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. കള്ളു കുടിക്കാൻ നിർബന്ധിക്കുന്ന ഒരാൾ സുഹൃത്തല്ല, അത് ദുർഹൃത്താണ്, ദുഷിച്ച ഹൃദയത്തിന്റെ ഉടമയാണ് എന്ന് മനസ്സിലാക്കാൻ അധികം ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? മഹാനായ നമ്മുടെ മദ്ഹബിന്റെ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, മോനെ മോളെ, നിന്റെ ചുറ്റു കാണുന്ന സുഹൃത്തുക്കൾ നഷ്ടമാകുമോ എന്നോർത്തുകൊണ്ട് നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നന്മ വേണ്ടെന്ന് വെക്കല്ലേ. നീ നിന്നെ ഒരു തിന്മയിലേക്ക് അവർ നിർബന്ധിക്കുമ്പോ സുഹൃത്തുക്കൾക്ക് വേണ്ടി തിന്മയിലേക്ക് എടുത്തു ചാടല്ലേ. കാരണം എന്തെന്നറിയുമോ? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നിന്റെ ചുറ്റുമുള്ള ഈ 4-5 ആളുകൾ മാത്രമല്ല, അവർ നിന്നെ തിന്മയിലേക്ക് നിർബന്ധിക്കുമ്പോ നോ എന്ന് തന്നെ പറയണം. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നല്ല ഒരു രാഷ്ട്രീയക്കാരൻ മരിച്ചുപോയി, ഒരു രാഷ്ട്രീയ നേതാവ്, പേര് ഞാൻ പറയുന്നില്ല. അത് മരിച്ചുപോയപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, മറ്റൊരാൾ അനുസ്മരിച്ചതാണ്. ഇദ്ദേഹം ആര് എന്ത് വന്ന് പറഞ്ഞാലും നോ എന്ന് വാക്ക് പറയില്ല. ഇദ്ദേഹം ഒരു പെണ്ണായിരുന്നെങ്കിൽ നിത്യ ഗർഭിണിയായനെ എന്ന് തമാശയായിട്ട് പറയുകയുണ്ട്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഇങ്ങനെയുണ്ട് ചില ആളുകൾ, സുഹൃത്തുക്കൾ എന്ത് പറഞ്ഞാലും നോ എന്ന് പറയില്ല. കുടിച്ചേക്കാം, സംഭവം നമുക്ക് ഹറാമാണ്, ആയത്തും ഹദീസും മസലൊക്കെ എനിക്ക് കാണാപ്പാടമാണ്, പക്ഷെ സുഹൃത്തുക്കൾ പറയല്ലേ, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ കുടിച്ചുകൊള്ളാം എന്ന് പറയുന്ന ഒരവസ്ഥ എത്ര അപകടമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് വേണ്ട. സുഹൃത്തുക്കൾ നഷ്ടമാകുമോ എന്ന പേടിയുണ്ടോ? ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം, ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ട്. ഇന്ത്യയിൽ മാത്രമുണ്ട് 142 കോടി മനുഷ്യന്മാർ. സുഹൃത്തുക്കളെ കിട്ടാൻ വല്ല പ്രയാസമുണ്ട്? ഇന്ത്യയിൽ മാത്രം 142 കോടി മനുഷ്യന്മാരുണ്ട്. തൊട്ടടുത്ത് ചൈനയിൽ മാത്രം 141 കോടി മനുഷ്യന്മാരുണ്ട്. ലോകത്ത് മൊത്തം 820 കോടി മനുഷ്യന്മാരുണ്ട്. എന്നിട്ട് നമ്മൾ പറയാ, ഈ കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും പ്രേരിപ്പിക്കുന്ന ഇവനെ ഞാൻ ഒഴിവാക്കിയാൽ എനിക്കിനി സുഹൃത്തുക്കൾ എവിടുന്ന് കിട്ടും? ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലേ? ഒറ്റപ്പെട്ടു പോവില്ല. 820 കോടി മനുഷ്യന്മാർ ഇവിടെ നിരന്ന് കിടക്കുകയാണ്. ഈ 820 കോടി ആളുകളിൽ നിന്ന് ആരെ വേണമെങ്കിലും നിനക്ക് സുഹൃത്തുക്കളാക്കാം.
അതുകൊണ്ട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ലഹരി ഉപയോഗം അതൊരു ന്യായമല്ല എന്ന് മനസ്സിലാക്കുക. നല്ല ഒരു ലക്ഷ്യത്തോടുകൂടെ നീ ഒരു സുഹൃത്തിനെ ഒഴിവാക്കിയാൽ നിന്നെ കാത്തിരിക്കുന്നത് നല്ലവരായ ആയിരക്കണക്കിന് സുഹൃത്തുക്കളാണ്. ചെറിയ ചെറിയ താൽക്കാലികമായ പ്രശ്നങ്ങൾ, താൽക്കാലികമായ ടെൻഷനുകൾ ആലോചിച്ചുകൊണ്ട് വലിയ വലിയ അപകടങ്ങളിലേക്ക് പോയി ചാടല്ലേ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും അതാണ്. മോനെ, നിന്റെ ചുറ്റുഭാഗത്ത് കാണുന്ന ഈ മണ്ണ് മാത്രമല്ല ഭൂമി, അള്ളാന്റെ ഭൂമി വിശാലമാണ്. ആ വിശാലമായ ഭൂമിയിൽ കോടാനുകോടി സുഹൃത്തുക്കൾ നിനക്ക് ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് ക്ഷമയോടെ ആത്മധൈര്യത്തോടുകൂടെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരോട് നോ എന്ന് തന്നെ നമ്മൾ പറയണം. അള്ളാഹു ആ ആർജവം നമുക്ക് നൽകട്ടെ. അതില്ലാതെ പോയാൽ സൂറത്തുൽ ഫുർഖാനിൽ കാണാം, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഇങ്ങനെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തെറ്റുകളിൽ പെട്ടുപോയ ആളുകൾ വിരൽ കടിക്കും. വേദനയോടെ പടച്ച തമ്പുരാന്റെ ദർബാറിൽ അവർ വന്നു നിൽക്കും. എന്നിട്ട് അവർ പറയുന്ന ഒരു വാക്കുണ്ട്, യാ വൈലതാ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഈ ലോകത്ത് എത്ര നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു, അവരെ ഒന്നും സുഹൃത്തുക്കളാക്കാതെ ഈ മദ്യപാനിയെ ഞാൻ സുഹൃത്താക്കിയല്ലോ, ഈ ലഹരിക്കടിമപ്പെട്ടവനെ ഞാൻ സുഹൃത്താക്കിയല്ലോ. ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് ഒരുപാട് സന്ദേശങ്ങൾ വന്നു. ഞാൻ മദ്രസയിൽ പഠിച്ചവനാണ്, ഖുർആൻ പഠിച്ചവനാണ്, ഹദീസ് പഠിച്ചവനാണ്, വഅദ് കേട്ടവനാണ്. ഒരുപാട് നല്ല നല്ല സന്ദേശങ്ങൾ പലരിൽ നിന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ സുഹൃത്തിനു വേണ്ടി അടിയറവ് വെച്ച് എന്റെ ജീവിതത്തെ തന്നെ കുളമാക്കി കളഞ്ഞല്ലോ. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂല. പിശാചും അവന്റെ അനുയായികളും മനുഷ്യരെ മാനം കെടുത്തിയല്ലോ എന്ന് പരലോകത്ത് വിരൽ കടിച്ചുകൊണ്ട് വേദനയോടെ വിലപിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില ആളുകളെ മദ്യത്തിലേക്ക് എത്തിക്കുന്നത് സ്വന്തം ശരീരത്തിന്റെ ചില താല്പര്യങ്ങളാണ്. എന്താ താല്പര്യം? എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് അനുഭവിച്ചു തന്നെ അറിയണം. കള്ളു കുടിച്ചാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, അത് അനുഭവിച്ചറിയണം എന്നുള്ളൊരു ത്വര, അത് അപകടമാണ്. വിഷം കഴിച്ചാൽ മരിക്കോ ഇല്ലേ എന്ന് നമ്മൾ എങ്ങനെ അറിയും? നമ്മൾ കഴിച്ചു നോക്കാൻ പറ്റും? 10 നിലയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയാൽ കൈയും കാലും ഒടിഞ്ഞ് തലച്ചോറ് തകർന്ന് നമ്മൾ മരിച്ചു പോകോ ഇല്ലയോ എന്നറിയാൻ എന്താ വഴി? നമ്മൾ ആ ബിൽഡിങ്ങിന്റെ മേലെ കയറിയിട്ട് താഴോട്ട് ചാടുക എന്നുള്ളതാണോ? ആണോ? തീയിലേക്ക് ചാടിയാൽ നമ്മൾ വെന്തു പോകുമോ, പൊള്ളിപ്പോകുമോ, കരിഞ്ഞുണങ്ങി കരിക്കട്ടയായി മാറുമോ? അറിയാൻ എന്താ വഴി? തീയിലേക്ക് ചാടലാണോ? അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ സ്വയം അനുഭവിച്ചിട്ട് അറിയാൻ പാടില്ലാത്തതുണ്ട്. അൽ ആഖിലു, ബുദ്ധിമാനായ തന്റേടിയായ പക്വതയുള്ള മനുഷ്യനാരാ? മനിത്തഅലാ ബിഗൈരിഹി, മറ്റുള്ളവർക്ക് വന്നുപോയ ദുരനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നവനാരോ അവനാണ് ബുദ്ധിമാൻ. വിഷം കഴിച്ചിട്ട് ചില ആളുകൾ മരിച്ചത് നമ്മൾ കണ്ടു, അത് മതി. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, വിഷം കഴിക്കാൻ പാടില്ലാത്തതാണ്. തീ പൊള്ളി വെന്തു മരിച്ച ആളുകളെ കാണുമ്പോ ആ കാഴ്ച മതി നമ്മൾ തീയെ സൂക്ഷിക്കണം എന്ന് മനസ്സിലാക്കാൻ. പിന്നെ നമ്മൾ തീയിലേക്ക് എടുത്തു ചാടേണ്ട കാര്യമില്ല. മദ്യം ഉപയോഗിച്ചാൽ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ, രാസലഹരികളുടെ പിന്നാലെ കൂടിയാൽ അതൊരൊറ്റ തവണത്തെ ഉപയോഗം തന്നെയാണെങ്കിൽ പോലും ജീവിതം പരാജയത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കാൻ
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അനുജന്മാരെ, അനുജത്തിമാരെ, അത് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? വൽ ആഖിലു മനിത്തഅദ ബിഗൈരിഹി, പെട്ടുപോയവരുടെ അനുഭവങ്ങൾ തന്നെ നമ്മുടെ മുന്നിലെ തെളിവുകളാണ്. വൽ അഹ്മഖു മനിത്തഅദ ബിനഫ്സിഹി, എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ പരിശോധിച്ചറിയണം എന്ന് വാശി പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ പമ്പര വിഡ്ഢിയാണ്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ചെറുപ്പക്കാരെ, നമുക്ക് ലഹരിയാവേണ്ടത് മദ്യമല്ല, നമുക്ക് ലഹരിയാവേണ്ടത് അല്ലാഹുവാൻ, ഖാലിഖായ പടച്ച തമ്പുരാൻ. ആ അല്ലാഹുവല്ലയോ നമുക്ക് ലഹരിയാവേണ്ടത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് ആയിഷ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാകുന്നു നബിയേ പാതിരാവുകളെ പകലാക്കി ഇബാദത്ത് ചെയ്യുന്നത്? കാലാക നീര് വന്നു വീർത്തില്ലയോ? വല്ലാതെ കഷ്ടപ്പാട് വന്നു ചേർന്നില്ലയോ? അല്ലാഹു ലഹരിയായ അവന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, എന്റെ റബ്ബിനോട് നന്ദിയുള്ള അടിമയാകണ്ടയോ? എത്ര നിസ്കരിച്ചിട്ടും മതി വരാതെ, എത്ര ഉറക്കമൊഴിച്ചിട്ടും മതി വരാതെ, എത്ര നോമ്പെടുത്തിട്ടും മതി വരാതെ, എത്ര ഖുർആൻ ഓതിയിട്ടും മതി വരാതെ, വാരിക്കോരി കൊടുത്തിട്ടും മതി വരാതെ, എന്റെ റബ്ബിനോട് നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് ചിന്തിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലിനെ പോലെയാവാൻ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ, അല്ലാഹുവിനെ ലഹരിയാക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പ്രകൃതി മുഴുവനും അല്ലാഹുവിനെ കാണിച്ചു തരുന്ന, തുറന്നു കിടക്കുന്ന ഒരു പാഠപുസ്തകമാണ്. ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ, നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ണുകൊണ്ട് നോക്കുക എന്നുള്ളതല്ല, അകത്തൊരു കണ്ണുണ്ട്. ഇതിന് ബസർ എന്നാണ് അറബിയിൽ പറയാം, പുറത്തുള്ള കണ്ണ്. ബസീറത്ത് എന്ന് പറഞ്ഞ അകത്തൊരു കണ്ണുണ്ട്, അകക്കാഴ്ച. ആ അകത്തുള്ള കണ്ണുകൊണ്ട് ഇവിടെ കാണുന്ന മനുഷ്യരെ നോക്കുക, ജന്തുജാലങ്ങളെ നിരീക്ഷിക്കുക, സസ്യലതാദികളെ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുക, അത്ഭുതങ്ങൾ ഉണ്ടാവും. പടച്ച റബ്ബ് ആരാണ്, എന്താണ് എന്ന് പഠിപ്പിച്ചു തരുന്ന പാഠപുസ്തകമാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. അല്ലാഹ് പറഞ്ഞു, പ്രകൃതി ഒരു പാഠപുസ്തകമാണ്. ഒളപ്പമണ്ണ എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു വലിയ കവി, അദ്ദേഹത്തിന്റെ ഗുരുനാഥന്മാരെ കുറിച്ച് പറയുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ആരല്ലൻ ഗുരുനാഥ, ആരല്ലൻ ഗുരുനാഥ, പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. കണ്ണ് തുറന്നുകൊണ്ട് ഈ ഭൂമിയിലേക്കൊന്ന് ഇറങ്ങി നോക്കിയപ്പോ ഇവിടെ കാണുന്ന ഓരോന്നും എന്റെ അധ്യാപകന്മാരാണ്. ഓരോ മരവും എന്റെ അധ്യാപകരാണ്, ഓരോ ജന്തുവും എന്റെ അധ്യാപകരാണ്. ഓരോ ഒന്നിൽ നിന്നും എത്രയോ വലിയ വലിയ പാഠങ്ങൾ, അനശ്വരമായ ജീവിത പാഠങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിയുമെന്നാണ് കവി പറയുന്നത്. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിന്തും തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. പറയാണ്, എന്റെ വിദ്യാലയം എന്നാണ് ആ കവിതയുടെ പേര് എന്ന് തോന്നുന്നു. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിന്തും തുങ്കമാം വാനിൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. ചന്ദ്രനും നക്ഷത്രങ്ങളും മനോഹരമായ വെള്ളി വെളിച്ചങ്ങൾ പൊടിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ അതിവിശാലമായ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഭൂമിയുണ്ടല്ലോ, ഇത് തന്നെയാണ് എന്റെ വിദ്യാലയം. ഈ പ്രകൃതിയാകുന്ന വിദ്യാലയത്തെ നമ്മൾ അകക്കണ്ണുകൊണ്ട് സമീപിച്ചാൽ അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ അടുത്ത് നമ്മുടെ കോഴിക്കോട്
ലിറ്റ്മസ് പരിപാടിന്റെ പേര് ലിറ്റ്മസ് എന്ന പേരിൽ നിരീശ്വരവാദികളുടെ ഒരു പരിപാടി നിങ്ങളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിച്ചു. പ്രപഞ്ചത്തിന് ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല, അതൊക്കെ സ്യൂഡോ സാധനങ്ങളാണെന്ന് പറയുന്ന ഒരു രവിചന്ദ്രനാണ് അവരുടെ ദൈവമില്ലാത്തവരുടെ ദൈവം. റബ്ബുമല്ല റബ്ബല, ദൈവമില്ലാത്ത ആളുകളുടെ റബ്ബാണ് മുമ്പിൽ സ്വയം അവതരിച്ച ഒരു നാഥൻ. സംവാദത്തിലൊക്കെ അയാൾ തോറ്റുപോയി, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത്, എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്, ആ പരിപാടി ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്തു. അവസാനം നന്ദി പറയുമ്പോ ഈ സ്വയം പ്രഖ്യാപിത ദൈവത്തിന്റെ കണ്ണ് നിറഞ്ഞുപോയി നന്ദി കൊണ്ട്. അയാൾ പറയാണ്, ഇത്ര വലിയ വിശാലമായ ഒരു പന്തൽ ഇവിടെ അണിയിച്ചൊരുക്കാൻ ഇതൊന്നും വെറുതെ സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇതിന്റെ പിന്നിൽ വലിയ ആസൂത്രണങ്ങളുണ്ട്. ഇവിടെ എത്ര ആളുകളെ വിളിച്ചു കൊണ്ടുവരാൻ, ഇവിടെ വന്നവർക്കൊക്കെ കൃത്യമായിട്ട് അന്നം കൊടുക്കാൻ, അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ, ഇവിടത്തെ ലൈറ്റും സൗണ്ടും ക്രമീകരിക്കാൻ, ഇതിനൊക്കെ ഒരുപാട് ആളുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, ഊണു ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ വിജയപ്രദമാകുമായിരുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണ് നിറഞ്ഞ എല്ലാവർക്കും അയാൾ നന്ദി പറയാണ്. ഇതെന്ത് പറയാനാ വിളിച്ചു കൂട്ടിയത്? ഈ കാണുന്ന ഭൂമിയും ആകാശവും ഇതിലുള്ള സർവ്വ സംവിധാനങ്ങളും ഉണ്ടാക്കാൻ ഒരല്ലാന്റെ ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ പരിപാടിയാ ഇത്. മൂപ്പര് കണ്ണ് നിറഞ്ഞ് നന്ദി പറയാ. ഈ ചെറിയൊരു പന്തല് കെട്ടാൻ എത്ര ആളുകൾ അധ്വാനിച്ചു. നിങ്ങളുടെ ഒന്നും അധ്വാനവും സഹകരണവും ആസൂത്രണവും ഇല്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കുമായിരുന്നില്ല. ആ നന്ദി തന്നെ തെളിവാണ് ആ പരിപാടി ഫ്ലോപ്പാണെന്നുള്ളത് അല്ലെ. പ്രകൃതിയിലേക്ക് നമ്മൾ അകക്കണ്ണോടുകൂടെ നോക്കിയാൽ ഈ പ്രകൃതിയിലെ ഓരോ വസ്തുവും നമുക്ക് അള്ളാഹുവിനെ കാണിച്ചു തരും. അറേബ്യയിലെ ബദൂയിനായ കാട്ടിൽ ജീവിക്കുന്ന ആദിവാസിയായ ഒരാളെ ഇമാം അസ്മഈ ചെന്ന് കണ്ടു. എന്താ കാണാൻ കാരണം? അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു ദുആ ചെയ്യുന്നത് കേട്ടു. പടച്ച തമ്പുരാനെ, പള്ളികളില്ല, പള്ളിക്കൂടങ്ങളില്ല, മദ്രസകളില്ല, ഓൺലൈൻ ക്ലാസ്സുകളില്ല, ഒരു സംവിധാനവുമില്ലാത്ത ഈ മരുപ്പറമ്പില് ബദൂയിനായി ആടുകളെ മേച്ചു കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യന് ആരാണ് റബ്ബേ നിന്നെ പരിചയപ്പെടുത്തിയത് എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഇമാം അസ്മഈ ആ മനുഷ്യന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, ആരാണ് പടച്ച റബ്ബിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്? നിങ്ങൾ ഒരു പള്ളിയിൽ പോയിട്ടില്ല, ഒരു പള്ളിക്കൂടത്തിലും പഠിച്ചിട്ടില്ല, ഒരു പാഠപുസ്തകം നിങ്ങളുടെ മുന്നിൽ ആരും തന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് റബ്ബിനെ അറിഞ്ഞത്? പരന്നു കിടക്കുന്ന ആകാശത്തെ ചൂണ്ടി, വിശാലമായ മരുഭൂമി കാണിച്ച്, അനന്തമായ സാഗരത്തെ ഓർത്തുകൊണ്ട് ആ മനുഷ്യൻ പറയുന്ന ഒരു മറുപടിയുണ്ട്, ഓർബിറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന, രാശിമണ്ഡലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ഭ്രമണപഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം, പല വഴികളായി പിരിഞ്ഞു പോകുന്ന ഈ ഭൂമി, വൽ അർളു ദാത്തുൽ ഫിജാജ് വൽ ബഹ്റു ദാത്തുൽ അംവാജ്. ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്ന കടല്, ഈ കരയും ഈ കടലും ഈ ഭൂമിയും ഈ ആകാശവും, ഇതെല്ലാം എന്നെ പഠിപ്പിക്കുന്നത് അലാ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ, ലതീഫായ ഖബീറായ പടച്ച തമ്പുരാന്റെ ഏകത്വത്തെയല്ലയോ, അവന്റെ ജലാലിയത്തിന്റെ ജമാലിയത്തിന്റെ അത്ഭുതങ്ങളല്ലയോ? പ്രകൃതിയിലേക്ക് നോക്കാൻ സമയമില്ലെങ്കിൽ സ്വന്തം ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. സ്വന്തം ശരീരത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇബാദത്താ. അകക്കണ്ണുകൊണ്ട് നോക്കണം. എങ്ങനെയാണ് എന്റെ കൈകാലുകൾ ചലിക്കുന്നത്? എങ്ങനെയാണ് എന്റെ കണ്ണിത്ര വൃത്തിയുള്ള ഒരു അവയവമായത്? എങ്ങനെയാണ് ഞാൻ നോക്കുന്നത്, കാണുന്നത്, മണക്കുന്നത്, രുചിക്കുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്? എന്റെ ഹൃദയം, എന്റെ ശ്വാസകോശം, എന്റെ ശരീരത്തിലെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ, ഇതോരോന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒന്നും വേണ്ട. ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്തൊരു അവയവമുണ്ടല്ലോ. ഏതാ അവയവം? ആ നീല ടീഷർട്ടിന്റെ കുട്ടി എന്ന് പറയും
ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാ? നിങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് പറ. 3 ആളുണ്ട്. ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാ? മുന്നിൽ ഇതാ നല്ല മനോഹരമായ തൊപ്പിയിട്ട 2 കുട്ടികൾ. നിങ്ങൾ പറ. ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതാ? ഹൃദയം. ഹൃദയം എന്നല്ലേ പറയും? കാരണന്മാരൊക്കെ നല്ല അറിവുള്ള ആളുകൾ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ ഈ ക്യാൻസർ ബാധിക്കാത്ത അവയവമാകുന്ന ഹൃദയം ഒരു ദിവസം ചെയ്യുന്ന പണിയെക്കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന രക്തം കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന് മലിനമാകുമ്പോൾ അതങ്ങനെ നിലനിന്നാൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റൂല, നമ്മൾ അടിച്ചു പോകും. അപ്പൊ എന്ത് വേണം? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് അതിന് പകരം ഓക്സിജൻ കലർത്തിയ രക്തം, ശുദ്ധമാകുന്ന രക്തം ശരീരത്തിലേക്ക് നിരന്തരം ഇങ്ങനെ പമ്പ് ചെയ്യണം. അതിന്റെ ഒരു കണക്ക് ശാസ്ത്രം പറയുക, മിനിറ്റിൽ 5 ലിറ്റർ ചോര ഇതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒരു മിനിറ്റില് 5 ലിറ്റർ രക്തം, ഓക്സിജൻ കലർത്തിയ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് ഹൃദയം സംഭാവന ചെയ്യുകയാണ്. ഒരു മിനിറ്റിൽ 5 ലിറ്റർ ആകുമ്പോ ഒരു മണിക്കൂറിൽ എത്രയാവും? 5 × 60 300 ലിറ്റർ ചോര ഒരു മണിക്കൂറിൽ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് ലഭിക്കുകയാണ്. ഒരേ രക്തത്തെ വീണ്ടും വീണ്ടും ശുദ്ധീകരിച്ച് ഹൃദയം നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന സംഭാവനയാണ്. ഒരു മണിക്കൂറിൽ 300 ലിറ്റർ ആണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ദിവസം കടന്നു പോകാൻ 7200 ലിറ്റർ വേണം. 7200 ലിറ്റർ ശുദ്ധമായ ചോര നമ്മുടെയൊക്കെ ഹൃദയം ഓരോ ദിവസവും ശരീരത്തിലേക്ക് നൽകുന്നുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ? 7200 ലിറ്റർ ഒരു ദിവസം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ 10 വയസ്സുള്ള കുട്ടികളുണ്ട്, 20 വയസ്സുള്ളവർ, 50 വയസ്സുള്ളവർ, 80 വയസ്സുള്ളവരൊക്കെയുണ്ട്. ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒരു ദിവസത്തെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? 7200 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ട് ചൊല്ലി തീർത്ത ഒരൊറ്റ ദിവസം. റമളാൻ വരാൻ പോവാണ്. എത്ര റമളാനുകൾ കടന്നുപോയി. ഹജ്ജിന് പോയവരുണ്ടാകും. ഹറമിൽ നമ്മൾ എത്ര ദിവസങ്ങൾ ചെലവഴിച്ചു. ഏതെങ്കിലും ഒരു ദിവസം ഇരുന്ന് അല്ലാഹുവേ നിനക്ക് വേണ്ടി നിന്നെയോർത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഫ്ദലുൽ ദിക്ർ ഞാൻ ചൊല്ലാം എന്ന നിയ്യത്തോടുകൂടെ 7200 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? എന്നാൽ നമ്മൾ മറന്നാലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും 7200 ലിറ്റർ ചോര നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്ക് കൃത്യമായി അല്ലാഹു തആല പമ്പ് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ജീവിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് ജീവിക്കാൻ പോണത്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ആയുസ്സൊക്കെ തരട്ടെ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. പ്രിയപ്പെട്ട ഷമീർക്ക, പെരുമ്പള്ളിച്ചിറയിലെ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നുണ്ട്. എത്രയോ കാലം തൊട്ടുള്ള നമ്മുടെ ആത്മമിത്രങ്ങളാണ്. അല്ലാഹു ആഫിയത്തും ആയുസ്സും കൊടുക്കട്ടെ. അപ്പൊ നമ്മളൊക്കെ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഞാൻ ചെറിയൊരു കണക്കവിടെ പറഞ്ഞത്, ശരിക്കങ്ങോട്ട് എണ്ണി തുടങ്ങിയാൽ മനുഷ്യ സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി, വേറൊന്നും പഠിക്കണ്ട അള്ളാഹുവിനെ അറിയാൻ. അതുകൊണ്ടല്ലേ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ പൂർവ്വസൂരികൾ, മുൻഗാമികളായ മഹത്തുക്കൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, അവരൊക്കെ ദിക്റിന്റെ ആളുകളായത്, ശുക്റിന്റെ ആളുകളായത്, സ്വലാത്തിന്റെ ആളുകളായത്. നമുക്കതൊക്കെ ആചാരങ്ങൾ മാത്രമായി ചുരുങ്ങിപ്പോയി. നിത്യജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതല്ലേ? ഒന്ന് ഉറക്കം പാടിക്കാട്ടെ എല്ലാവരും. കൊറോണ ഒക്കെ കഴിഞ്ഞിട്ട് കുറെ കാലമായില്ലേ? ഒന്ന് ഉഷാറ് വരട്ടെ.
ദിക്റുല്ലാഹി മിഫ്താഹുൻ ലിബാബില്ലാഹി മിസ്ബാഹുൻ ലിഅഹ്ലില്ലാഹി മിജ്റാഹുൻ ലിഇബ്ലീസിൻ അദുവില്ലാഹ്. ഒരു കാലത്ത് നമ്മുടെയൊക്കെ വീടുകൾക്കരികിലൂടെ നടന്നു പോകുമ്പോ മുസ്ലിം വീടാണെന്ന് മനസ്സിലാക്കാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ആയത്തുൽ കുർസി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും ബോർഡുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അരികിലൂടെ കടന്നു പോകുമ്പോ പ്രഭാത പ്രദോഷങ്ങളിൽ ഈ മനോഹരമായ പാട്ടുകൾ നമ്മൾ കേൾക്കുമായിരുന്നു. ദിക്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ. ഫഖൂലൂ യാ ഇബാദല്ലാഹ് دواما مخلصا لله رجاء في لقاء الله لا إله إلا الله. അവരൊക്കെ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കാൻ അത്രയും സമയം കണ്ടെത്തിയത് അവരുടെയൊക്കെ ചിന്തയുടെ നന്മ കൊണ്ടാണ്. അല്ലാഹു അവർക്ക് ലഹരിയായതുകൊണ്ടാണ്. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് എവിടെ കള്ളു കുടിക്കാൻ സമയം, എവിടെ ലഹരി പദാർത്ഥങ്ങൾക്ക് പിന്നാലെ ഓടാൻ സമയം? അവർക്ക് ജീവിതം തന്നെ ലഹരിയല്ലേ. സമയത്തിന്റെ വില മഹാന്മാര് മനസ്സിലാക്കിയതുപോലെ ലോകത്താരാ മനസ്സിലാക്കിയത്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഔലിയാക്കളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്, സൂഫികളെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് അദ്ദേഹം വളരെ അഭിമാനത്തോടുകൂടെ ലോകത്തോട് വിളംബരം ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഞാൻ സ്വാലിഹാണെന്ന് എനിക്ക് അവകാശവാദമില്ല. എനിക്കേ ഇല്ലാത്തതുള്ളൂ. മഹാന്മാർക്ക് അങ്ങനെ സ്വയം അവകാശവാദം ഉണ്ടാവില്ലല്ലോ. അവകാശവാദം ഉള്ള ആള് മഹാനാവില്ലല്ലോ. ഞാനൊരു മഹാനാന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ ഞാൻ മഹാനല്ല, ഞാൻ മുഹാനാണ് എന്നാണ് പഴയ കാലത്ത് ഉസ്താദുമാര് പറയുന്നത്. മുഹാൻ എന്ന അറബിയിൽ പറഞ്ഞാൽ നിന്യൻ എന്നാണ് അർത്ഥം. ഞാൻ വലിയ പുള്ളിയാന്ന് ഞാൻ തന്നെ പറയാൻ പാടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ സ്വാലിഹാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, എങ്കിലും എനിക്ക് സ്വാലിഹീങ്ങളോട് വല്ലാത്ത ഇഷ്ടമാ. ആ ഇമാം ഷാഫിഈ തങ്ങളോട് ശിഷ്യന്മാര് ചോദിച്ചു, സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്ന ഔലിയാക്കളെ പ്രിയം വെക്കുന്ന അങ്ങേക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമയത്തെ കുറിച്ച് അവർ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് വല്ലാത്തൊരു വാക്കാണ്. സമയത്തിന്റെ വില അവര് മനസ്സിലാക്കിയതുപോലെ ആരാ ഈ ലോകത്ത് മനസ്സിലാക്കിയത്? സമയത്തെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ കൊണ്ട് സമയത്തെ നമ്മൾ സൂക്ഷിക്കണം. ഒന്ന്, സമയത്തിന്റെ അപാരമായ വേഗതയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം ഒന്ന് അളന്നു നോക്കണം. ക്ലോക്കിൽ സെക്കൻഡ് സൂചി ചലിക്കുന്നത് മിനിറ്റിൽ എത്ര പ്രാവശ്യമാ? 60 വട്ടമാണ് അല്ലെ? ഒരു മിനിറ്റിൽ 60 തവണയാണ് സെക്കൻഡ് സൂചി ചലിക്കുന്നത്. അതേസമയം നമ്മുടെ മരണത്തിലേക്കുള്ള സൂചന നൽകിക്കൊണ്ട് ഹൃദയം സ്പന്ദിക്കുന്നതോ സെക്കൻഡ് സൂചിയേക്കാൾ വേഗത്തിലാണ്. മിനിറ്റിൽ 72 തവണ. ഒരു മിനിറ്റിൽ 60 തവണയാണ് സെക്കൻഡ്. അതേസമയം ഒരു മിനിറ്റിൽ 72 തവണയാണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം സ്പന്ദിക്കുന്നത്. സെക്കൻഡ് സൂചിയേക്കാൾ വേഗത്തില് ഹൃദയം ഇങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാ? മരണത്തിലേക്കുള്ള സൂചനയല്ലയോ? എത്ര പെട്ടെന്നാണ് സമയം ഇങ്ങനെ കടന്നു പോകുന്നത്. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മാൻ. സമയം തിരമാല പോലെയാണ്, ഒരാളെയും അത് കാത്തു നിൽക്കൂല. എത്ര വലിയ സത്യമാണ്. പഴയകാലത്ത് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറയുന്ന ഒരു വലിയ പോയിന്റ് ഉണ്ട്. അതായത് മൂമിനായ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ വലത്തേക്കാതിലും ഇടത്തേക്കാതിലുമായി വാങ്ക് ഇഖാമത്തുകൾ കൊടുക്കും. സാധാരണഗതിയിൽ വാങ്ക് കഴിഞ്ഞാൽ ഇഖാമത്ത് കഴിഞ്ഞാൽ ഉടനെ നിസ്കാരം നടക്കേണ്ടതാണ്. പക്ഷേ കുഞ്ഞ് ജനിക്കുമ്പോൾ വാങ്ക് കൊടുക്കുന്നുണ്ട്, കുഞ്ഞ് ജനിക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു നിസ്കാരം നടക്കുന്നില്ല. അതേസമയം ഇതേ മനുഷ്യൻ കുറെ കാലം കഴിഞ്ഞ് മരിക്കുമ്പോ അവിടെ നിസ്കാരം നടക്കുന്നുണ്ട്, വാങ്കും ഇഖാമത്തും ഇല്ല.
അത് തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ട് മഹാന്മാരായ നമ്മുടെ പൂർവ്വസൂരികൾ പഠിപ്പിച്ചു, അദാനുൽ മർഇ ഹീന തിഫ്ലു യഅതി വതഅഖീറു സ്വലാത്തി ഇലൽ മമാതി. കുഞ്ഞ് പിറക്കുമ്പോൾ വാങ്ക് കൊടുക്കുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു, എന്നാൽ മരിക്കുമ്പോഴാണ് നിസ്കാരം നടക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ദലീലുൻ അന്ന മഹ്യാഹു യസീറു കമാ ബൈനൽ അദാനി ഇലസ്സലാത്തി. ഇഖാമത്ത് വിളിച്ചിട്ട് നിസ്കാരത്തിലേക്ക് കൈകെട്ടാൻ എത്ര നിമിഷങ്ങൾ മാത്രമാണോ ബാക്കിയുള്ളത്, അതുപോലെ ചെറിയ നിമിഷങ്ങളാണ് ചെറുപ്പക്കാരാ ഭൂമിയിൽ നമുക്ക് ബാക്കിയുള്ളത്. ഭൂമിയുടെ മുകളിൽ നമ്മൾ ഉണ്ടാകുന്നത് വളരെ കുറഞ്ഞ ഒരു കാലം മാത്രമാണ്. എല്ലാവരും ആഗ്രഹിക്കും അവൻ മരിക്കും, അവൾ മരിക്കും, ഇതിനൊക്കെ കാരണങ്ങളുണ്ട്. എനിക്ക് ആ കാരണങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരുപാട് കാലം അങ്ങനെ പോകും. വെറുതെ വിചാരിക്കാൻ. ഇതെല്ലാരും വിചാരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മാത്രമല്ല അങ്ങനെ വിചാരിക്കുന്നത്. ഈ ഓരോ ദിവസവും മരിച്ചു പോകുന്ന കോടാനുകോടി മനുഷ്യന്മാരെല്ലാവരും വിചാരിക്കുന്നതാണ്, ബാക്കിയുള്ളവർക്കൊക്കെ മരിച്ചു പോയാലും ഞാൻ കുറച്ചാലും കൂടി ഇവിടെ ഉണ്ടാവും. വെറുതെ തോന്നാണ്. നമ്മളൊക്കെ അല്പായുസിന്റെ ആളുകളാണ്, അല്പായുസിന്റെ ആളുകളാണ്. സമയം പെട്ടെന്ന് തീർന്നു പോകും, അത് മറക്കാൻ പാടില്ല. രണ്ടാമത് മഹാന്മാര് പഠിപ്പിച്ചു, സമയം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്ത കാര്യമാണ്. തൊടുപുഴ ഭാഗത്തുള്ള മനുഷ്യന്മാരൊക്കെ ഞാൻ ഒരുപാട് വർഷങ്ങളുടെ എന്റെ ഈ ചെറിയ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ്, ആണാവട്ടെ പെണ്ണാവട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും. ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഒരാള് 86,400 രൂപ, എത്ര? 86,400 രൂപ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. ഉദാരമതിയായ ഒരാള്, ഹലാലായ സ്വത്ത്, നമുക്ക് ധൈര്യമായിട്ട് സ്വീകരിക്കാവുന്ന ഒരു മുതൽ 86,400 രൂപ നമുക്ക് സമ്മാനമായിട്ട് തരുമ്പോ ഒരൊറ്റ കണ്ടീഷൻ, അടുത്ത ദിവസം ഇതേ സമയത്ത് ഞാൻ ഇവിടെ വരും, വിശദമായിട്ട് അന്വേഷിക്കും. ഇതിൽ നിന്നും വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ എടുത്തു കൊണ്ടുപോകും, പിന്നെ നിങ്ങൾക്ക് കിട്ടൂല. പക്ഷെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായും ചെലവഴിക്കാം, വേണമെങ്കിൽ കുറച്ച് ചെലവഴിച്ച് കുറച്ച് ബാക്കി വെക്കാം, വേണമെങ്കിൽ ഒന്നും ഉപയോഗിക്കാതെ അവിടെ തന്നെ വെക്കാം, നാളെ വരുമ്പോ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ, ബുദ്ധിമാന്മാരായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ എന്ത് ചെയ്യും? ഒരു ദിവസം നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം, മുഴുവനായിട്ട് എടുത്താലും കുഴപ്പമില്ല. പക്ഷെ അടുത്ത ദിവസം അതേ സമയമായ തിരിച്ചു കൊടുക്കണം എന്ന് വന്നാൽ ബുദ്ധിമാന്മാരായ നാം എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഒരു ഐഫോൺ, ഇപ്പൊ 86,400 തരാം, ബാക്കി അടുത്ത ഓഫർ വരുമ്പോ അല്ലെ? എന്തേ 86,400 നിന്ന് ഒരു 10 രൂപയോ 50 പൈസ പോലുമോ ബാക്കി വെക്കാതെ മുഴുവനായും നമ്മൾ അങ്ങ് ചെലവഴിക്കും, അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ബുദ്ധിമാന്മാരാകുന്നത്, അല്ലേ? കാരണം എന്താ? ഇതേ 86,400 നാളെ ഈ സമയമായാൽ കയ്യിൽ നിന്ന് പോകും, പിന്നെ തിരിച്ചു കിട്ടൂല. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു 86,400 ഉണ്ട്. അതെന്താണെന്നറിയോ? ഒരു ദിവസത്തിൽ അല്ലാഹു നമുക്ക് നൽകുന്ന സെക്കൻഡുകളുടെ എണ്ണം 86,400 ആണ്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മൊബൈൽ ഫോണിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് കൂട്ടി നോക്ക്. ഓരോ ദിവസവും അല്ലാഹു നമുക്ക് നൽകുന്ന സെക്കൻഡുകളുടെ എണ്ണം 86,400 ആണ്. ഈ 86,400 സെക്കൻഡുകൾ കയ്യിൽ തന്നിട്ട് പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഫഇന്നീ ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് ഫഗ്തനിം മിന്നീ ഫഇന്നീ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ. മോനെ, ഈ 86,400 സെക്കൻഡുകൾ ഈ ഒരു ദിവസം കൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, നിനക്ക് വേണമെങ്കിൽ
വേണമെങ്കിൽ അല്പം മാത്രം ഉപയോഗപ്പെടുത്തി അല്പം വെറുതെ കളയാം, നിനക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടും വെറുതെ കളയാം. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ ദിവസം അങ്ങ് കടന്നു പോയാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ തിരിച്ചു കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ചിന്തിക്കണേ, ഓരോ ദിവസവും 86,400 സെക്കൻഡുകൾ, അമൂല്യമായ സെക്കൻഡുകൾ പടച്ച തമ്പുരാൻ നമുക്ക് തന്നില്ലയോ? എത്രയാ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? ചിന്തിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇങ്ങോട്ട് വിളിച്ചു ചേർത്തിട്ടുള്ളത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ, ജീവിതത്തിൽ നന്മയുടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. സമയം ഉപയോഗപ്പെടുത്തണം. മഹാനായ ആമിർ ഇബ്നു അബ്ദി തൈസ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനല്ലേ? അവര് റൂമിൽ ഇമാമിങ്ങളാണ് ഇവിടെ നിരന്നിരിക്കുന്നത്. നിഷാദ് ഉസ്താദൊക്കെ കോട്ടയത്ത് ഇമാമായി വന്ന് എന്നോട് ഞാനും അദ്ദേഹവും താഴെ മേലേറ്റാണ് ഇരിക്കുന്നത്. ഒരാള് താജ്, അദ്ദേഹം താജിലാണ് ഇരിക്കുന്നത്, കിരീടമാണ്. പള്ളി പോലെ തന്നെ ഇമാമും താജാണ്. ഞാൻ താഴെ ഇരിക്കുന്ന ഒരു സാധുവാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഉസ്താദ്, മറ്റു നാട്ടുകാർ പറയും, താജിൽ ഇപ്പൊ ഇരിക്കുന്ന ഉസ്താദ് കൊള്ളാം, നല്ല വിഷയങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് അവതരിപ്പിക്കുന്ന പ്രഗത്ഭനായ ഒരു പണ്ഡിതനാണ്, നല്ല വാഗ്മിയാണ്, നല്ല വിനയമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണ്. നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ പണ്ഡിതന്മാര് നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ നാടിന് അഭിമാനമാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തും ആയുസ്സും തരട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമ്, പ്രിയപ്പെട്ട അനസ് ബാക്കവി ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട വിഷയം, ഈ ഇമാമിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഇമാമിങ്ങൾക്ക് ജമാഅത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കുറ്റങ്ങളും കുറവുകളും അറിയാം. അള്ളാഹ് വഹി അറിയിച്ചു കൊടുക്കുന്നതല്ല. ഇമാമിങ്ങളുടെ റൂമിൽ, ഞങ്ങളൊക്കെ ഇമാമിങ്ങളായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാം, ഈ റൂമിലേക്ക് ആളുകൾ വരുന്നതിനാണെന്നറിയാം. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്യുന്നത്, പക്ഷെ എല്ലാവരും ഉണ്ട്. അതായത് എ വരുമ്പോ പറയുന്നത് ബിയുടെയും സിയുടെയും ഡിയുടെയും കുറ്റങ്ങളാണ്. അവന്മാരൊന്നും അങ്ങനെ വല്ലാതെ അടുപ്പിക്കണ്ട, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് എ വന്നിട്ട് നമുക്ക് വിവരം തരും. അപ്പോ നമ്മൾ ഫീഡ് ചെയ്യും, ബിയും സിയും ഡിയും കൊള്ളാത്തവരാണ്. കുറച്ച് കഴിയുമ്പോൾ ബി വരും. ബി വന്നിട്ട് ആദ്യം പറയുന്നത് എയുടെ ഒരുപാട് കുറ്റങ്ങളായിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു മഹല്ലിൽ, ഒരു ജമാഅത്തില് 4-5 വർഷമൊക്കെ ഒരു ഇമാമ് സ്ഥിരമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ഒരുവിധ എല്ലാവരെ പറ്റിയുള്ള കുറ്റങ്ങളും കുറവുകളും ഇമാമിന് മനപാഠമായിരിക്കും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദു തൈസ് റളിയല്ലാഹു തആല അൻഹു ഇതുപോലെ ഒരു പള്ളിയിൽ ഇരിക്കുമ്പോൾ, ഇമാമായിട്ട് ഇരിക്കുമ്പോ ഒരാൾ വന്നു ചോദിച്ചു, എന്തിനാ വന്നത്? ഒന്നുമില്ല, ചുമ്മാ ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി സംഭവം ഇതിനുള്ള വരവാണ്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, എനിക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളുടെ സംസാരം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? എന്താ സഹായം? അംസിക് ശംസ, പോകുന്ന ആ സൂര്യനെ കണ്ടോ, ആ സൂര്യനെ നിങ്ങളൊന്ന് പിടിച്ചു നിർത്തണം. സൂര്യൻ എങ്ങനെ പോകുമ്പോഴാണ് സമയം നിശ്ചയിക്കുന്നത്. സൂര്യനെ നിങ്ങൾ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ സമയം നഷ്ടപ്പെടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഞാൻ നിങ്ങളോട് വർത്തമാനം പറയാം. പിന്നെ ആ പുള്ളി മാത്രല്ല, നാട്ടിലെ ഒരാളും അനാവശ്യ വർത്തമാനം പറയാൻ ഇമാമിന്റെ റൂമിൽ കയറിയിട്ടില്ല എന്നാണ് ചരിത്രം. അവരൊക്കെ സമയത്തിന്റെ വില അറിഞ്ഞ മഹാന്മാരാ. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, എന്റെ ഉമ്മമാര് കേൾക്കണേ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു സുബ്ഹി വാങ്ക് വിളിക്കുന്നതിന്റെ 3 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുമായിരുന്നു. എന്തിനാ? തഹജ്ജുദ് നിസ്കരിക്കാൻ. 3 മിനിറ്റ് അല്ല, സുബ്ഹി വാങ്ക് വിളിക്കുന്നതിന്റെ 3 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റിട്ട് നിസ്കാരം ആരംഭിക്കും.
അങ്ങനെ നിസ്കരിച്ച് 1 മണിക്കൂർ കഴിയുമ്പോ ഭാര്യയെ ചെന്ന് വിളിക്കും. ഇനി സുബഹി ബാങ്ക് കൊടുക്കാൻ 2 മണിക്കൂറേ ഉള്ളൂ, നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചോളൂ എന്ന് പറയും. ഭാര്യ എഴുന്നേൽക്കും, അവരും തഹജ്ജുദ് ആരംഭിക്കും. അവരും 1 മണിക്കൂർ നിസ്കരിച്ചാൽ സുബഹിയുടെ 1 മണിക്കൂർ മുമ്പേ അവരുടെ ഏക മകളായ പെൺകുട്ടിയെ വിളിക്കും. മകളെ വിളിച്ചുകൊണ്ട് പറയും, സുബഹി ബാങ്ക് വിളിക്കാൻ 1 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എഴുന്നേൽക്കുക, തഹജ്ജുദ് നിസ്കരിച്ചു തുടങ്ങുക. അപ്പൊ ഭർത്താവ് ഗ്രഹനാഥൻ സുബഹിയുടെ 3 മണിക്കൂർ മുമ്പേ തഹജ്ജുദ്, ഉമ്മ 2 മണിക്കൂർ മുമ്പേ തഹജ്ജുദ്, അവരുടെ ഏക മകൾ 1 മണിക്കൂർ മുമ്പേ തഹജ്ജുദ്. അങ്ങനെ സുബഹി വരെ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു കുടുംബം. അവസാനം മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു വഫാത്തായി ബഹുമാനപ്പെട്ടവരെ ഖബറടക്കം ചെയ്യപ്പെടുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോൾ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, ഉമ്മ, എത്രയോ പതിറ്റാണ്ടുകളായി സുബഹ് വാങ്ക് വിളിക്കുന്നതിന്റെ 3 മണിക്കൂർ മുമ്പ് സജീവമാകുന്ന വീടല്ലേ ഇത്? പടച്ച തമ്പുരാന്റെ ദിക്റുകൾ കൊണ്ട് നിറയുന്ന വീടല്ലേ ഇത്? അതുകൊണ്ട് ഉപ്പ മരിച്ചുപോയി എന്ന് വെച്ചാ പതിവ് നമ്മൾ മുടക്കരുത്. ഇനി മുതൽ ഞാനും എന്റെ ഉമ്മയും ഒരുപോലെ സുബഹിയുടെ 3 മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കുക, തഹജ്ജുദ് നിസ്കരിച്ച് 3 മണിക്കൂർ നമുക്ക് ചെലവഴിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ വിലയറിഞ്ഞ ആളുകൾ, ജീവിതം തന്നെ ഒരു ലഹരിയായ ആളുകൾ, അല്ലാഹുവിന് വേണ്ടി ജീവിച്ചതിന്റെ ഉദാഹരണങ്ങളാണിത്. റബീഉൽ ആഖിർ കടന്നുപോയി. ലോകം മുഴുവനും ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ ഓർത്തു. ബഹുമാനപ്പെട്ടവരുടെ ഗുരുനാഥന്മാരിൽപ്പെട്ട ആളാണ് അബുൽ വഫാ അലി ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല അൻഹു. ഈ അബുൽ വഫാ തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം ഒരു കിതാബ് എഴുതി, ഒരൊറ്റ കിതാബാണ് എഴുതിയത്. പക്ഷെ അതിന് 800 വാള്യങ്ങളുണ്ട്. അതായത് 800 കിതാബ്, ഒരൊറ്റ പേരില് 800 കിതാബ്. എന്താ കിതാബിന്റെ പേര്? കിതാബുൽ ഫുനൂൻ. ദുനിയാവിൽ ഒരു മനുഷ്യൻ എന്തെല്ലാം വിഷയങ്ങൾ പഠിക്കാൻ കഴിയുമോ അത് മുഴുവനും പഠിച്ച് അതിലെല്ലാം ഗ്രന്ഥം രചിക്കുക. എന്നിട്ട് അതിന്റെ പേര് കിതാബുൽ ഫുനൂൻ. എല്ലാ കലകളും എല്ലാ വിജ്ഞാനങ്ങളും പറയുന്ന കിതാബ് എന്ന പേരില് ഒന്നാമത്തെ ഒരു ഫന്നിന് ഒരു വാള്യം, രണ്ടാമത്തെ വിജ്ഞാനത്തിന് വേറൊരു വാള്യം, അങ്ങനെ എഴുതി വന്നപ്പോ വ്യത്യസ്തങ്ങളായ 800 പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ടവർ രചിച്ചു. അവരുടെ ശിഷ്യനാണ് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഫേസ്ബുക്ക് നോക്കാൻ സമയം ഉണ്ടാവില്ല. അടുത്ത കാലത്ത് ഒരു പണ്ഡിത ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു. അപ്പോ ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ. അപ്പൊ അവര് ചർച്ച ചെയ്യുന്നത്, അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ചില പണ്ഡിതന്മാരൊക്കെ പള്ളികളിലും മറ്റൊക്കെ ഖിദ്മത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ വളരെ മാതൃകാപരമായ ആളുകളാണ്. വേറെ കുറെ ആളുകൾ മറ്റു പല മേഖലകളിൽ തിരിഞ്ഞു പോയി. അപ്പൊ നോക്കുമ്പോ ഫേസ്ബുക്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇൻസ്റ്റയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെയാണ് ഉസ്താദ്മാരായിട്ട് പഠിച്ചിറങ്ങിയ ആളുകൾ. അപ്പൊ അങ്ങനെ ആരാണ് ഈ കൂട്ടത്തിൽ നല്ലത്, ആരാണ് മാതൃക എന്നൊക്കെയുള്ള ചർച്ച നടക്കുമ്പോ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഫേസ്ബുക്കിൽ ജോലി ചെയ്യുന്ന ആളും പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളും എന്താ വ്യത്യാസം? രണ്ടാളും 5 നേരം നിസ്കരിക്കുന്നുണ്ട്. കിട്ടുന്ന സമയമൊക്കെ എവിടെ ചെലവഴിക്കുന്നുണ്ട്? ചുരുക്കം പറഞ്ഞാൽ പണ്ഡിത പാമര വ്യത്യാസമന്യേ ഇന്ന് സമയത്തിന് വില കൽപ്പിക്കാത്തൊരവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മൾ 800 കിതാബുകൾ എഴുതിയ ഒരു മഹാനെ ഓർക്കുന്നത്. അവർക്ക് ജീവിതമാണ് ലഹരി. ജീവിതത്തിൽ ചെയ്യുന്ന അമലുകളാണ് അവരുടെ ലഹരി. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. അല്ലാഹുവേ,
നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലതുപോലെ ജീവിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെയൊക്കെ മരണം നന്നാക്കി തരണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സംഘാടകര് ഇവിടെ ഇത്ര നല്ലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ഈ പരിപാടി ഒരു വിഷമത്തോടുകൂടെ പിരിയാന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇന്നലെ അൽഹംദുലില്ലാഹ് കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമായി. സിറാജ് ഉസ്താദ് വന്ന് നല്ലതുപോലെ വഅള് പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടി. ഒരുപാട് ആളുകൾ പല സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. അതൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ അള്ളാഹ്. ഇന്നും നമുക്ക് നമ്മുടെ പള്ളിക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ദുആ ചെയ്യാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹ്മാനായ കരുണക്കടലായ രാജാതിരാജനായ തമ്പുരാനെ, ഏക ഇലാഹായ നാഥാ, പാതിരാവിനോടടുക്കുന്ന ഈ സമയം ഏറെ ക്ഷമയോടെ സഹനത്തോടെ നിന്റെ ദീനിനോടുള്ള താല്പര്യം ഒന്നുകൊണ്ട് മാത്രം ഇവിടെ ഇരുന്ന ഈ മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തിന്റെ ദുആ നിന്റെ മഹളായ ഫള് കൊണ്ടൊന്ന് കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ ദുർബലമായ നിമിഷങ്ങളിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് ദോഷങ്ങളും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് തമ്പുരാനെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ അതൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരിച്ചു പിരിച്ച് നിന്നിലേക്ക് അണയുമ്പോ ഒരു ദോഷം പോലും ബാക്കിയാക്കാതെ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ഞങ്ങളുടെ ഇണകൾ, സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ലോക മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തിന് മുഴുവനും നീ പൊറുത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഒറ്റവരിലും ഉടയവരിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും കുഞ്ഞുങ്ങളിലും ഒക്കെ ഒരുപാട് രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ശിഫയും സലാമത്തും പ്രദാനം ചെയ്യണേ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ചെറുതും വലുതുമായ അപകടങ്ങളിൽ നിന്ന്, അപകട മരണത്തിൽ നിന്ന്, പൊടുന്നനെയുണ്ടാകുന്ന മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എത്രയെത്ര ചെറുപ്പക്കാരാണ്, കുട്ടികളാണ് മാരകമായ രോഗങ്ങൾ ബാധിച്ചും അപകടങ്ങൾ പിണഞ്ഞും അതുപോലെ കാരണങ്ങൾ അറിയാതെയും പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള മരണങ്ങൾ വല്ലാതെ കൂടിയ കാലമാണ്. പടച്ച റബ്ബേ, നിന്റെ കരുതലല്ലാതെ, കാവലല്ലാതെ, കാരുണ്യമല്ലാതെ മറ്റൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല തമ്പുരാനെ. അല്ലാഹുവേ, സർവ്വ ശർറുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് കാക്കണേ ആഇനീങ്ങളുടെ ഐനിൽ നിന്ന് കാക്കണേ ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്ന് കാക്കണേ സർവമാന ശർറുകളിൽ നിന്നും കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഏകോദര സഹോദരന്മാരായി പോലെ ജീവിച്ച ഒരു നല്ല രാജ്യമാണിത്. ഈ രാജ്യത്തിന്റെ സുസ്ഥിതിയും സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന മമതയും മൈത്രിയുമൊക്കെ ഖിയാമത്ത് നാൾ വരെ ഒരു കോട്ടവും തട്ടാതെ നിലനിർത്തണേ അതിനനുകൂലമായ സാഹചര്യങ്ങൾ നീ തുറന്നു തരണേ അതിന് വിഘാതമാകുന്ന മുഴുവൻ ദുശക്തികളെയും നീ പരാജയപ്പെടുത്തണേ പലസ്തീനിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന, ഞങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കായ ആളുകളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, പിഞ്ചോമന കുഞ്ഞുങ്ങളടക്കം അവർക്കൊക്കെ നീ സമാധാനം നൽകണേ തമ്പുരാനെ. സമൃദ്ധിയുള്ള സമാധാനമുള്ള ജീവിതം നൽകണേ പടച്ചവനെ. ഞങ്ങൾ ഓരോരുത്തരും
ഓരോരുത്തരും നിന്റെ ദീനിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കാൻ, ദീനിന് വേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഞങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ കൃഷികളിൽ, കച്ചവടങ്ങളിൽ, ഉദ്യോഗങ്ങളിൽ, തൊഴിലുകളിൽ, ഞങ്ങളുടെ സംരംഭങ്ങളിൽ, ബിസിനസ്സുകളിലൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇടവട്ടിയിലെ ഈ മദീന മസ്ജിദിനു വേണ്ടി അധ്വാനിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന ഇവിടെയുള്ള ഉസ്താദുമാർ, ഇവിടെയുള്ള ഭാരവാഹികൾ, നാട്ടുകാർ, മറ്റു സഹോദരന്മാർ, ഈ സദസ്സിൽ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ വന്നു പോകുന്നവർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലാക്കണേ റബ്ബേ, ഖൈറിലാക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കണേ റബ്ബേ, സലാമത്തിലാക്കണേ അല്ലാ, ആഫിയത്തിലാക്കണേ അല്ലാ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പടച്ചവനെ, ദീനിന്റെ പേരിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന, നിന്റെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ, ഈ നാടങ്ങനെയുള്ള ഒരു നാടാണ്. ഇതൊരു ഖൈറിന്റെ നാടാക്കണേ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരുടെയും വീടുകൾ ബറക്കത്തിന്റെ വീടുകളാക്കണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിനകത്തുള്ള ഖൈറായ നിയ്യത്തുകൾ, ഹലാലായ മുറാദുകൾ, ദുനിയവിയും ഉഖ്റവിയുമായ ഹാജത്തുകൾ നീ നിറവേറ്റി സന്തോഷത്തിലാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയത്തിലാക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ, ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ റബ്ബേ, ദീനിന്റെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളാക്കണേ റബ്ബേ, മുത്തഖീങ്ങളും സൽസ്വഭാവികളുമാക്കണേ റബ്ബേ, സ്വർഗീയമായ കുടുംബ ജീവിതം നൽകണേ റബ്ബേ, ഹലാലായ തയ്യിബായ റിസ്ഖിന്റെ വിശാലമായ വഴികൾ ഞങ്ങൾക്കും അവർക്കും നീ തുറന്നു നൽകണേ അല്ലാ. പടച്ചവനെ, ദുനിയാവിലുപരി ഞങ്ങളുടെ ആഖിറം വെളിച്ചമാക്കണേ അല്ലാ. ഖബറിന്റെ നരകത്തിന്റെ അദാബുകളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് നിനക്കറിയാം, ഞങ്ങൾക്ക് വേണ്ടത് നിനക്കറിയാം, ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിനക്കറിയാം. പടച്ചവനെ, നിന്റെ ഇഷ്ടം നേടാൻ, നിന്റെ പൊരുത്തം നേടാൻ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്തുവെന്ന് മാത്രം. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ട അളവിൽ നീ നൽകണേ അല്ലാഹ്. ഈ മഹത്തായ സംരംഭം പരിപൂർണ വിജയത്തിലാക്കണേ റബ്ബേ. ഇതിന് പ്രവർത്തിച്ചവരെ ഖബൂലാക്കണേ റബ്ബേ. സഹായിച്ചവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നീ തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. കാലിക പ്രസക്തമായ